കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റോമലേഖനം 16-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കൂടുതലായിട്ട് കർത്താവിനെ സ്നേഹിപ്പാനും ദൈവത്തിൻ്റെ സത്യങ്ങൾ അറിയുവാനും ദൈവം നമ്മെ അനുവദിക്കട്ടെ. 16-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് പേഴ്സണൽ ഗ്രീറ്റിങ്സ്, വ്യക്തിപരമായി അഭിസംബോധന ചെയ്ത് ഗ്രീറ്റ് ചെയ്ത് പൗലോസ് എഴുതുന്നത് ആദ്യത്തെ ഏതാണ്ട് 16 വാക്യങ്ങളിൽ കാണുന്നു. പേര് പറഞ്ഞ് വ്യക്തികളെ ഓർത്ത് പൗലോസ് ഈ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ അവരുടെ പേരുകൾ ഓർക്കുകയാണ്. രണ്ടാമത് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഏതാണ്ട് 17 തൊട്ട് 20 വരെയുള്ള വാക്യം വളരെ ഒരു മുന്നറിയിപ്പ് പൗലോസ് കൊടുക്കുകയാണ്. അതായത് സഭകളിൽ ഭിന്നതയുണ്ടാക്കുന്നതിനുള്ള ബന്ധത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അവസാനം 21 തൊട്ട് അവസാനം വരെയുള്ള ഭാഗങ്ങളിൽ അതിന് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡോക്സോളജി അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു പ്രസ്താവന അവിടെ നടത്തുകയാണ്. നമുക്ക് ആദ്യത്തെ 16 വാക്യങ്ങളിലേക്ക് കടന്നു പോകാം. ആദ്യത്തെ 16 വാക്യങ്ങൾ ഗ്രീറ്റിങ്സ് ആണ്. വ്യക്തികളെ ഓർത്ത് പൗലോസ് ഗ്രീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഓർക്കണം, ഈ ലേഖനം റോമിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതുന്ന ലേഖനമാണ്. ഈ റോമിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി ഈ ലേഖനം എഴുതുമ്പോൾ അവിടെയുള്ള പലരുടെയും പേരുകൾ പൗലോസ് ഓർക്കുകയാണ്. പേരുകൾ ഓർക്കണമെങ്കിൽ നമ്മൾ ഓർക്കണം, വ്യക്തികളോടുള്ള പൗലോസിൻ്റെ അഭേദ്യമായ ബന്ധം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഏതാണ്ട് 26 പേരുടെ പേര് പൗലോസ് എടുത്തു പറഞ്ഞ് ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുകയും 26 പേരുടെ പേര് പൗലോസ്, ഇത്ര വലിയൊരു മനുഷ്യൻ, വളരെ തിരക്കേറിയൊരു ശുശ്രൂഷയിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ, റോമിലുള്ള വിശുദ്ധന്മാരിൽ 26 പേരുടെ പേരുകൾ എടുത്ത് അവരെ വ്യക്തിപരമായി തൊട്ട് പൗലോസ് പറയുന്നതായിട്ട് നാം കാണുന്നു. കൂടാതെ 2 പേരുടെ പേരുകൾ പറയാതെ അവരെ വന്ദനം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ വീടുകളിൽ കൂടുന്ന പല സ്ഥലസഭകളെയും പൗലോസ് ഈ ഭാഗത്ത് ഗ്രീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതും കൂടാതെ അവസാനിപ്പിക്കുന്ന ഭാഗം ഏതാണ്ട് 21 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ 9 പേരുടെ, അതായത് പൗലോസ് കൊരിന്ത്യയിൽ ഇരുന്നു കൊണ്ടാണ് ഈ റോമലേഖനം എഴുതുന്നത്. കൊരിന്ത്യയിൽ ഇരുന്നു കൊണ്ട് എഴുതി അവിടെ നിന്നാണ് ഇത് കൊടുത്തുവിടുന്നത്. ആ കൊരിന്ത്യയിൽ ഇരിക്കുമ്പോൾ തന്നോട് കൂടെയുള്ള 9 പേരുടെ പേര് പൗലോസ് അവസാനം 21-ാം വാക്യം തുടങ്ങിയുള്ള ഭാഗങ്ങളിൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സത്യം ഓർക്കുക, 26 പേരുടെ പേരുകൾ, റോമിലുള്ള വിശുദ്ധന്മാരുടെ 26 പേരുടെ പേരുകൾ, അതുപോലെ 2 പേരുടെ പേര് പറയാതെ അവരെ അഭിസംബോധന ചെയ്യുന്നു. വീടുകളിൽ കൂടുന്ന പല സ്ഥലസഭകളെയും പൗലോസ് അഭിസംബോധന ചെയ്യുന്നു. അവസാനിപ്പിക്കുമ്പോൾ തന്നോടുകൂടെയുള്ള 9 പേരുടെ പേരുകളെടുത്ത് പൗലോസ് പറയുന്നു. അവരുടെ പേരുകളൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും പൗലോസ് സ്പർശിച്ചുകൊണ്ടാണ് അത് പരാമർശിക്കുന്നതെന്നുള്ളതും നമുക്ക് ചിന്തനീയമായ ഒരു കാര്യമാണ്. ഒരു കാര്യം ഓർക്കണം, ഇത്ര വലിയൊരു ദൈവദാസനാണെങ്കിലും അദ്ദേഹവും കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്ന പോലെ വി ആർ ഷീപ്സ് ആൻഡ് ഷീപ്സ് ഫ്ലോക്ക് ടുഗദർ. നമ്മളൊക്കെ കർത്താവിൻ്റെ കരങ്ങളിലെ ആടുകളാണ്. ആടുകൾ എപ്പോഴും കൂട്ടമായിട്ടേ വസിക്കുകയുള്ളൂ. നമുക്കെപ്പോഴും ഒരു കൂട്ടായ്മ ആവശ്യമാണ്, സഹകരണം ആവശ്യമാണ്, ഒന്നിച്ചു പാർക്കുവാൻ ആവശ്യമാണ്. എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് പൗലോസ് ഈ വ്യക്തികളെ ഓർക്കുകയും അവരുടെ ജീവിതത്തെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരു വലിയ കാര്യമാണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. നമുക്ക് ആദ്യത്തെ 2 വാക്യം വായിക്കാം. അവിടെ ഈ ലേഖനം കൊടുത്തുവിടുന്ന പൗലോസ് ഒരു സഹോദരിയെ ഓർക്കുകയാണ്. നമ്മുടെ സഹോദരിയും ക്രങ്കറെ സഭയിലെ ശുശ്രൂഷക്കാരത്തിയുമായ ഫേബയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാവണ്ണം കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഈ ഭാഗം പ്രത്യേകം ഓർക്കണം, ഈ ലേഖനം തന്നെ എഴുതി ഈ സഹോദരിയുടെ കയ്യിൽ കൊടുത്താണ് വിടുന്നത്. ഈ സഹോദരി കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയാണ്. ക്രങ്ക്രയ എന്ന് പറയുന്ന സ്ഥലം കൊരിന്തിൽ നിന്ന് ഏതാണ്ട് 7 മൈൽ ദൂരെയുള്ള ഒരു തുറമുഖ പട്ടണമാണ്. അപ്പോൾ ഈ സഹോദരി ഈ ക്രങ്ക്രയിൽ നിന്ന് റോമിലേക്ക് പോകുന്ന വഴി കൊരിന്ത്യയിൽ എത്തിയപ്പോൾ പൗലോസിനെ കാണുകയാണ്. കൊരിന്ത്യയിൽ വെച്ച് പൗലോസിനെ കാണുന്നു. ഇവള് റോമിലോട്ട്, ചിലർ പറയുന്നു ഒരുപക്ഷെ ഒരു ലോ സ്യൂട്ടിന് വേണ്ടി. നമുക്കറിയാം, ആ എംപയറിൻ്റെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം റോമാണ്. റോമിൽ ചില നിയമപരമായ കാര്യങ്ങൾക്ക് വേണ്ടി അവൾ പോവുകയാണെന്ന് പറയുന്നുണ്ട്.
അല്ല, ബിസിനസ് സംബന്ധമായി പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പോവുകയാണെന്ന് പറയുന്നുണ്ട്. ഏതായാലും അവൾ എന്തിനു വേണ്ടി പോവുകയാണെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ പൗലോസിൻ്റെ 2 വാക്യങ്ങളിൽ ഇവർ ഈ സഹോദരിയെ പരിചയപ്പെടുത്തി അവളെ കമൻറ്റ് ചെയ്യുന്ന ഒരു ലെറ്ററാണ് പ്രാരംഭത്തിൽ നമ്മൾ കാണുന്നത്. ഇറ്റ് ഇസ് എ ലെറ്റർ ഓഫ് കമൻഡേഷൻ. നമ്മൾ ആ നാളുകളിൽ യാത്ര ചെയ്യുന്ന ദൈവ മക്കളെ സഭകൾ പരിചയപ്പെടുത്തി കൊടുക്കുന്ന കമൻഡേഷൻ ലെറ്ററുണ്ട്. ഇന്നും പല സ്ഥലസഭകളും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഞാൻ ഓസ്ട്രേലിയയിൽ കടന്നുപോയി. എന്നെ മിക്കവാറും സ്ഥലങ്ങളിൽ പരിചയമുള്ളതുകൊണ്ട് പ്രശ്നങ്ങളില്ല. ഞാൻ ഓസ്ട്രേലിയയിൽ കടന്നു ചെന്നപ്പോൾ ഒരു അസംബ്ലിയിൽ ഞാൻ കടന്നു ചെല്ലുന്നു. വളരെ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു അസംബ്ലിയാണ് ബ്രദർ അസംബ്ലി. അവിടെ ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ മലയാളി സൗരന്മാരൊന്നും അവിടെ വന്നിട്ടില്ല. അവിടെ സായിപ്പന്മാർ ആദ്യം വന്നു. എന്നോട് ആദ്യം ചോദിച്ച എൻ്റെ കമൻറ്റേഷനാണ്. ഞാൻ വാസ്തവത്തിൽ എടുത്തിട്ടുമില്ല കമൻറ്റേഷൻ. എന്നോട് ചോദിച്ചു, കമൻറ്റേഷൻ ചോദിച്ചു. ഞാനത് ചോദിച്ചാൽ അവരെ അഭിനന്ദിക്കുന്നു. പിന്നീട് അല്പം കഴിഞ്ഞപ്പോൾ അവിടെ ചില സൗരന്മാർ വന്നു. ഏതാണ്ട് 3 പേർ അവിടെ കൂട്ടായ്മയിലുണ്ട്, ഞാൻ തന്നെ വിവാഹം കഴിപ്പിച്ചവർ. അവൾ അവിടെ പിന്നെ എന്നെ പരിചയപ്പെടുത്തേണ്ട വലിയ ആവശ്യമൊന്നും വന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ആ സായപ്മാനായ എൽഡേഴ്സ് എന്നോട് സംസാരിച്ച് പിന്നീട് ബ്രദർ എന്നോട് സോറി പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, പരിചയമില്ലാത്ത പലരും വരും, പല ഉദ്ദേശങ്ങളിൽ വരും. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ കമൻഡേഷൻ ലെറ്റർ ഞങ്ങൾ ചോദിക്കുന്നത്. കമൻഡേഷൻ ലെറ്റർ എന്ന് പറയുമ്പോൾ, ഞാൻ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ ഇവിടുത്തെ സ്ഥലസഭയുടെ സാക്ഷ്യം അവർ രേഖപ്പെടുത്തി തരുന്നൊരു സാക്ഷ്യപത്രമാണ് ഈ കമൻഡേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളുള്ളത്. അത് ശരിയായിട്ടുള്ളൊരു ദൈവിക നടപടിയാണെന്നുള്ളത് 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളുണ്ട്. അത് അന്ന് കമൻഡേഷൻ ലെറ്ററുകൾ കൊണ്ട് യാത്ര ചെയ്തിരുന്നു. ഇന്നും ഏറ്റവും യോഗ്യമായത് അങ്ങനെ കമൻഡേഷൻ ലെറ്ററാണ്. കമൻഡേഷൻ ലെറ്റർ കൊണ്ട് യാത്ര ചെയ്യാണ്. പൗലോസ് ഇവിടെ ഈ വിശുദ്ധന്മാർ വേണ്ട സഹായങ്ങളൊക്കെ അവൾക്ക് ചെയ്തു കൊടുക്കണം. അപ്പോൾ അവിടെയുള്ളവർക്ക് മനസ്സിലാവും, ഇവൾ ഞങ്ങളുടെ കർത്താവിലുള്ള ഒരു സഹോദരിയാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവളുടെ സ്വന്തം കുടുംബം പോലെ അവളെ അവിടെ കരുതി അവൾക്ക് വേണ്ട എല്ലാ സഹായവും അവർ ചെയ്തു കൊടുക്കും. അത് ചെയ്തു കൊടുക്കുന്ന കാര്യമാണ് നമ്മളിവിടെ ഇപ്പോൾ പൗലോസ് എഴുതിയിരിക്കുന്നതായിട്ട് വായിക്കുന്നത്. മാത്രമല്ല, അവളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പ്രത്യേകം നോക്കിയാട്ടെ. പൗലോസ് കൊരിന്ത്യയിലായിരുന്നു. നമ്മൾ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കൊരിന്ത്യയിൽ ഒരു സഭയുണ്ട്. പൗലോസിൻ്റെ പ്രവർത്തനം മൂലം ഉണ്ടായ സഭയാണ്. ഏതാണ്ട് 1.5 വർഷം പൗലോസ് കൊരിന്ത്യയിൽ താമസിച്ച് ശുശ്രൂഷിച്ചപ്പോൾ ഈ ഫേബി ഒരുപക്ഷെ അന്ന് രക്ഷിക്കപ്പെട്ട ഒരു ഫ്രൂട്ടായിരിക്കണം. ഏതായാലും ഇവളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് നോക്കിയാട്ടെ. ക്രങ്കറയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയാണ്. എ സെർവൻ്റ് എന്നാണ് ചില ഭാഷാന്തരത്തിൽ. എന്നാൽ RSV, JB മുതലായ ഭാഷാന്തരത്തിൽ ഡീക്കൻസ് എന്നാണ്. അതായത് ഡീക്കനസ് ഒരു ശുശ്രൂഷക്കാരത്തി. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നോക്കിയാട്ടെ. ഒരു മാതൃക സഭയിലെ 3 കൂട്ടം ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അവിടെ 3 കൂട്ടം ആളുകളെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഫിലിപ്പർ 1:1 ക്രിസ്തുയേശുവിൻ്റെ ദാസനായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പയിൽ യേശുക്രിസ്തുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നു. അപ്പോൾ ഫിലിപ്പിയ സഭ ഒരു നല്ല മാതൃക സഭയാണ്. 3 കൂട്ടം ആളുകളുണ്ട്. അവിടെ സഹോദരി സഹോദരന്മാരുണ്ട്. ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന അധ്യക്ഷന്മാരുണ്ട്. ഇംഗ്ലീഷിൽ വായിച്ചാൽ ബിഷപ്സ് എന്നോ അല്ലെങ്കിൽ എൽഡേഴ്സ് എന്നോ ഷെപ്പേർഡ്സ് എന്നോ ഓവർസിയർ എന്നോ ഒക്കെ വരും. അവിടെ ശുശ്രൂഷ ചെയ്യുന്ന അധ്യക്ഷന്മാരുണ്ട്. അവർ പാസ്റ്റേഴ്സോ അല്ലെങ്കിൽ എൽഡേഴ്സോ ആണ്. 2 ശുശ്രൂഷക്കാരെന്നുള്ളത് ഡീക്കൻസ് എന്നാണ്. അവിടെ പുല്ലിംഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഡീക്കൻസ്. എന്നാൽ ഇവിടെ വരുമ്പോൾ ഫേബയെക്കുറിച്ച് പറയുന്നു, ഡീക്കനസ് എന്നുള്ള സ്ത്രീലിംഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിങ്ങനെ വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. ആദിമ നൂറ്റാണ്ടിൽ അന്നത്തെ സഭകളിൽ ഇങ്ങനെയുള്ള സഹോദരിമാരുണ്ടായിരുന്നു. സഹോദരന്മാർ മാത്രമല്ല, ഡീക്കനസസ് ഉണ്ടായിരുന്നു. അവർ രോഗികളെ പോയി കാണുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയുടെ ശുശ്രൂഷകളിൽ പങ്കാളികളായി മാറുക, മറ്റുള്ളവരെ അസിസ്റ്റ് ചെയ്യുക, ഇങ്ങനെ പാവപ്പെട്ടവരെ ദരിദ്രരെ സഹായിക്കുക. സഭകളന്ന് ആദിമ നൂറ്റാണ്ടിൽ നമുക്കറിയാം, വിധവമാരെയും ദരിദ്രരെയൊക്കെ അവർ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നു, സ്വന്തം കുടുംബം പോലെ. അങ്ങനെ വന്നപ്പോൾ ശുശ്രൂഷിക്കാനും നോക്കാനൊക്കെ ആളുകൾ വേണം. അതിനകത്തൊക്കെ ഇൻവോൾവായ ഒരു സഹോദരിയായിരുന്നു ഫേബെ എന്നുള്ളത് ഇവിടെ വായിക്കുന്നു. 2-ാം വാക്യത്തെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്.
നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാവണ്ണം കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾ നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ പരിമേൽപ്പിക്കും. അവളും പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? ഷീ വാസ് അക്കസ്റ്റംഡ് ഇൻ സർവീസ്. മറ്റുള്ളവരെയും പൗലോസിനെയും ശുശ്രൂഷിക്കുന്നതിൽ അവൾ വളരെ തൽപരയായിരുന്നു. ഇപ്പോൾ നോക്കുക, അവൾ ചെയ്യുന്ന വലിയൊരു ശുശ്രൂഷ. ഈ തിരുവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേഖനം ആലോചിച്ച് നോക്കിയേ. ഈ റോമാലേഖനം ഈ സഹോദരിയുടെ കയ്യിൽ ആ കാലത്ത് കൊടുത്ത് അവിടെ നിന്ന് കൊരിന്തിൽ നിന്ന് റോമിലേക്ക് എത്തിക്കുവാൻ പൗലോസ് കൊടുത്തത് ഒരു സഹോദരിയുടെ കയ്യിലാണ്. നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, ആ സഹോദരിയിൽ ഉള്ള പൗലോസിൻ്റെ വിശ്വാസം ഇവിടെ രേഖപ്പെടുത്തിയ പോലെ അവൾ ശുശ്രൂഷിക്കുന്നവളാണ്. അവൾ പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു. ദാറ്റ് വാസ് എ കോൺഫിഡൻസ് ഹി ഹാഡ് ഇൻ ഹെർ. അവളിലുള്ള വിശ്വാസം അങ്ങനെയായിരുന്നു. നമ്മൾ അത് വളരെ അഭിനന്ദനീയമായ ഒരു കാര്യമാണ്. പൗലോസ് അടുത്തായിട്ട് എടുത്ത് പറയുന്നത് ഒരു കപ്പിൾസിനെയാണ്. ഈ ചാപ്റ്റർ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സഹോദരന്മാരുടെ പേരുകൾ ഇൻഡിവിജ്വലായിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവിടെ ഒരു കപ്പിൾസിനെ എടുത്ത് പറയുന്നു, ഒരു ഭാര്യയും ഭർത്താവിനെയും. അത് ഇച്ചിരി ചിന്തിപ്പാൻ കഴിയുന്ന ഒരു ഭാഗമാണ്. 3 തൊട്ട് 5 വരെയുള്ള വാക്യം. ക്രിസ്തുയേശുവിൻ്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കിയെയും അക്വിലാവിനെയും വന്ദനം ചെയ്യുവിൻ. അവർ എൻ്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ച് കൊടുത്തവരാകും. അവർക്ക് ഞാൻ മാത്രമല്ല ജാതികളുടെ സകല സഭകളും കൂടെ നന്ദി പറയുന്നു. അവരുടെ വീട്ടിലെ സഭയ്ക്ക് വന്ദനം ചെയ്യുവിൻ. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ പൗലോസ് രേഖപ്പെടുത്തിയപ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ദൈവജനം ദൈവശ്വാസീയമാണ്. ദൈവശാസ്ത്രീയമായ ദൈവജനത്തിൽ നമ്മൾ എഴുതിയാൽ അക്വിലാസും പ്രിസ്കില്ലയെന്നും എഴുതും. ഇവിടെ സഹോദരിയുടെ പേര് ആദ്യം പറഞ്ഞേക്കുന്നത്. പ്രിസ്കില്ലയും അക്വിലാവും. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഇവരെ കൂടാരം പണിയുന്നവരായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യം, ഞാൻ എല്ലാ വാക്യങ്ങളും വേണേ ഒന്ന് വായിച്ചേക്കാം, വായിക്കണമെന്നില്ല, പറഞ്ഞു പോവുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായം നോക്കിയാട്ടെ, അതിൻ്റെ ആദ്യത്തെ 3 വാക്യം ഒന്ന് നോക്കിയാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യം. അവിടെ അനന്തരം അവൻ അഥേന വിട്ട് കൊരിന്തിൽ ചെന്നു. യഹൂദരും എല്ലാവരും റോമാനഗരം വിട്ടുപോകണമെന്ന് ക്ലൗദിയോസ് കൽപ്പിച്ചതുകൊണ്ട് ഇറ്റാലിയയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവരായ പന്തോസ്കാരൻ അക്വിലാസ് എന്ന പേരുള്ള യഹൂദനെയും അവൻ്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ടു. അവരുടെ അടുക്കൽ ചെന്നു. തൊഴിലൊന്നാകൊണ്ട് അവൻ അവരോടുകൂടെ പാർത്ത് വേല ചെയ്തു പോന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, അക്വിലാസും പ്രിസ്കില്ലയും കൂടാരപ്പണി ചെയ്തുകൊണ്ടിരുന്നു. പൗലോസും കൂടാരപ്പണി ചെയ്യുന്നവനായിരുന്നു. പൗലോസ് അവരോടുകൂടെ കൊരിന്ത്യയിൽ താമസിക്കുകയാണ്. ഒരു കാര്യം കൂടെ ഞാനിത് പറഞ്ഞപ്പോൾ ഓർപ്പിച്ചോട്ടെ, നമ്മളിന്ന് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന പോലെ യഹൂദന്മാർ അവരുടെ കുട്ടികളെ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ അവരെ ട്രെയിൻ ചെയ്യുന്നത് എല്ലാം ഒരു തൊഴിലെങ്കിലും അവർ പഠിച്ചിരിക്കണം. ആ കാലത്ത് ഒരു തൊഴിലെങ്കിലും ഒരു യഹൂദ ബാലൻ വളർന്നു വരുമ്പോൾ പഠിച്ചിരിക്കണം. ഒന്നുകിൽ അവനൊരു കാർപ്പൻ്റർ, അല്ലെങ്കിൽ ഒരു മെയ്സൺ, അല്ലെങ്കിൽ ടെൻറ്റ് മേക്കർ, ഇങ്ങനെ കൂടാരപ്പണിയെ അല്ലെങ്കിൽ മറ്റ് ചില വേലകളെ ഒരു തൊഴിൽ അവൻ പഠിച്ചിരിക്കണം. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ എവിടെ പോയാലും ആ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ സാധിക്കും. പൗലോസും അങ്ങനെ വളർന്നു വന്നപ്പോൾ കൂടാരപ്പണി പഠിച്ചവരാണ്. കൂടാരപ്പണി തന്നെ ചെയ്തുകൊണ്ടിരുന്ന അക്വിലാസിലെയും പ്രിസ്കില്ലയുടെ അടുക്കൽ പൗലോസ് കൊരിന്ത്യയിൽ വരുമ്പോൾ താമസിക്കുന്നതായിട്ട് 18-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മാത്രമല്ല 18-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വീണ്ടും നോക്കാം. 18-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചേക്കാം. 18-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. പൗലോസ് പിന്നെ കുറേ നാൾ പാർത്ത ശേഷം സൗരന്മാരോട് യാത്ര പറഞ്ഞു. തനിക്ക് ഒരു നേർച്ച ഉണ്ടായിരുന്നു. ക്രങ്ക്രയിൽ വെച്ച് തല ക്ഷൗരം ചെയ്യിച്ചിട്ട് പ്രിസ്കില്ലയും അക്വിലാസിനോടും കൂടെ കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ട് എഫെസോസിലെത്തി. ഒരു കാര്യം കൂടെ ഇവിടെ വ്യക്തമാകുന്നു, അവരുടെ യൂസ്ഫുൾനെസ്. എന്തിനാ പൗലോസ് ഈ പ്രിസ്കില്ലയും അക്വിലാസിനെയും കൂട്ടിക്കൊണ്ടുപോയത്? പൗലോസ് അവിടെ നിന്ന് കൊരിന്ത്യർ വിടുമ്പോൾ പൗലോസ് ഇവരെ 2 പേരെയും കൂട്ടിക്കൊണ്ടുപോയി. തീർച്ചയായിട്ടും വളരെ കർക്കശക്കാരനായ പൗലോസ് അദ്ദേഹത്തിന് ശുശ്രൂഷകളിൽ ഇവർ പ്രയോജനമുള്ളവരായിരുന്നുകൊണ്ടാണ് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. മാത്രമല്ല എഫെസോസിൽ ചെന്ന് ശുശ്രൂഷിക്കുന്നു. അവിടെ വെച്ച് ശുശ്രൂഷിച്ച ശേഷം 19-ാം വാക്യം നോക്കിയാട്ടെ, എഫെസോസിലെത്തി അവരെ അവിടെ വിട്ട് അവൻ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംവാദിച്ചു.
ഇവിടെ മറ്റൊരു കാര്യം കൂടെ, പൗലോസ് എഫെസോസ് വിട്ടുപോകുമ്പോൾ ഇവരെ രണ്ടുപേരെ എഫെസോസിലാക്കി വെച്ച് പോയി. മാത്രമല്ല 18-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം തുടങ്ങി നോക്കിയാട്ടെ, വാഗ്വൈഭവമുള്ള അപ്പല്ലോസ് ഭയങ്കര എലക്വൻ്റ് പ്രീച്ചറാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ വഴികൾ സൂക്ഷ്മമായിട്ട് അറിഞ്ഞുകൂടാ. ആ മനുഷ്യനെ ആരാ കൂട്ടിക്കൊണ്ടു വന്നത്? നമ്മൾ വായിക്കുന്നു ആ ഭാഗങ്ങൾ നോക്കിയാട്ടെ, അതിൻ്റെ 24 തൊട്ട് വായിക്കണം, എല്ലാ ഭാഗങ്ങളും വായിക്കേണ്ട. അപ്പല്ലോസിനെ കുറിച്ച് പറയുന്നു 25-ാം വാക്യം, അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം, എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകിയാൽ അവൻ യേശുവിൻ്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിച്ച് ഉപദേശിച്ചു വന്നു. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അക്വിലാസും പ്രിസ്കില്ലാവും അവൻ്റെ പ്രസംഗം കേട്ടാർ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിൻ്റെ മാർഗം അധികം സ്പഷ്ടമായി അവനെ തെളിയിച്ചു കൊടുത്തു. നോക്കുക, ഇവിടെ അപ്പല്ലോസിനെ കർത്താവിൻ്റെ മാർഗങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് ഈ അക്വിലാസും പ്രിസ്കില്ലയുമാണ്. വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി താമസിപ്പിച്ച് കർത്താവിൻ്റെ മാർഗങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചു കൊടുത്തു. വീണ്ടും നമ്മൾ ഓർക്കുക, ഈ 16-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, എൻ്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കില്ലയും അക്വിലാവും. കൂട്ടുവേലക്കാർ, ഫെലോ വർക്കേഴ്സ്. വീണ്ടും പൗലോസ് ഒരു കാര്യം പറയുന്നു, 4-ാം വാക്യം, അവർ എൻ്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ച് കൊടുത്തവരാണ്. ഇതെപ്പോഴാണെന്നുള്ളത് നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം. താൻ കഴുത്ത് വെച്ച് കൊടുത്തു. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ വരുമ്പോൾ 19-ാം അധ്യായത്തിൻ്റെ 28 തൊട്ടുള്ള വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എഫെസോസിൽ ഒരു വലിയ കലഹമുണ്ടായി. ആർത്തിമീസ് ദേവിയുടെ ബിംബമുണ്ടാക്കി വിൽക്കുന്നവർക്ക് ലാഭത്തിന് കുറവുണ്ടായി എന്ന് മനസ്സിലായി. പൗലോസിൻ്റെ ശുശ്രൂഷകളും ഉണ്ടായെന്ന് പറഞ്ഞ് അവിടെ ഭയങ്കര ഒരു കലഹമുണ്ടായി, റയറ്റുണ്ടായി. പൗലോസിനെ വളരെ ഉപദ്രവിച്ച ഒരു ഭാഗമാണ്. അവിടെ പൗലോസിനെ രക്ഷിപ്പാൻ ഇവർ പ്രയത്നിച്ചു എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ച് കൊടുത്തവരാണ്. അപ്പോൾ ദ റിസ്ക് ഇസ് ലൈഫ്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, ആസ്യയിലെ സഭകൾ നിങ്ങളെ വന്ദനം ചെല്ലുക, അക്വിലാസിലും പ്രിസ്കിലയും അവരുടെ ഭവനത്തിലെ സഭയോടുകൂടെ കർത്താവ് നിങ്ങൾക്ക് വളരെ വന്ദനം ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, എഫെസോസിലുള്ള ഒരു സഭ, എഫെസോസിൽ പല സഭകളുണ്ട്, എഫെസോസിലുള്ള ഒരു സഭ അക്വിലാസിൻ്റെയും പ്രിസ്കില്ലയുടെയും വീട്ടിലാണ് കൂടി വന്നത്. അക്വിലാസിൻ്റെയും പ്രിസ്കില്ലയുടെയും വീട്ടിലാണ് കൂടി വന്നത്. ഇനിയിപ്പോൾ റോമലേഖനം 16:5 നോക്കിയാട്ടെ. 16:5, അവരുടെ വീട്ടിലെ സഭയ്ക്ക് വന്ദനം ചെല്ലുവിൻ. അപ്പോൾ മറ്റൊരു കാര്യം മനസ്സിലാകുന്നു, റോമൻ പട്ടണത്തിൽ ഇവരുടെ വീട്ടിൽ ഒരു സഭയുണ്ടായിരുന്നു. അപ്പോൾ അക്വിലാസിൻ്റെയും പ്രിസ്കില്ലയുടെ വീട്ടിൽ എഫെസോസിൽ ഒരു സഭ കൂടി വന്നു. എഫെസോസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് റോമിൽ ഇവർ പാർത്തപ്പോൾ അവിടെയും അവരുടെ വീട്ടിൽ ഒരു സ്ഥലസഭയുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം അവരെത്രമാത്രം കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരായിരുന്നു ഈ കപ്പിൾസ്. വീണ്ടും നമ്മൾ 16-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ ജാതികളുടെ സകല സഭകളും കൂടെ അവർക്ക് വന്ദനം ചെയ്യുന്നു, അവരുടെ വീട്ടിലെ സഭയും വന്ദനം ചെല്ലും. അന്നത്തെ കാലത്തെ നടപടികളൊക്കെ അനുസരിച്ച് സഭകളെ വീടുകളിൽ കൂടി വരിക എന്ന് പറഞ്ഞാൽ വളരെ വില കൊടുക്കേണ്ട ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ അവരെ ടേക്ക് കെയർ ചെയ്യുക, ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ഇവർ ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ആതിഥ്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു. അവർ കർത്താവിനോടുള്ള ബന്ധത്തിൽ വളരെ പ്രയത്നിച്ചു കൊണ്ടിരുന്ന ഒരു കുടുംബമാണ്. എഫെസോസിൽ താമസിച്ചപ്പോൾ അവരുടെ വീട്ടിലൊരു സഭ, അവർ റോമിൽ വന്നപ്പോൾ അവരുടെ വീട്ടിലൊരു സഭ, അവർ വില കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കപ്പിൾസിനെ ഒന്ന് ശ്രദ്ധിക്കുക. പുതിയ നിയമത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഈ കപ്പിൾസിൻ്റെ പേര് ഒന്നിച്ച് 6 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 6 times. ഇവരുടെ പേരുകൾ ഒന്നിച്ച് 6 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ 6 പ്രാവശ്യം പറഞ്ഞതിൽ 4 പ്രാവശ്യം ഭാര്യയുടെ പേര് ആദ്യം പറഞ്ഞേക്കുന്നത്. 6 പ്രാവശ്യം പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ഭാഗത്തെക്കുറിച്ച് സംശയമുണ്ട്. പക്ഷെങ്കിൽ ഒറിജിനൽ ലാംഗ്വേജിൽ അവിടെയും പ്രിസ്കില്ലയുടെ പേരാണ് ആദ്യം പറഞ്ഞിരിക്കുന്നതെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ 6 പ്രാവശ്യം അവരുടെ പേര് മെൻഷൻ ചെയ്തതിൽ 4 പ്രാവശ്യം ഈ സഹോദരിയുടെ പേരാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, കപ്പിൾസിൻ്റെ പേര് പറഞ്ഞപ്പോൾ. നോക്കുക, മാത്രമല്ല പുതിയ നിയമത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ലൂക്കോസും പൗലോസും ഇവരെക്കുറിച്ച് രേഖപ്പെടുത്തുമ്പോൾ ഇവരെ പിരിഞ്ഞു പറയുന്നില്ല, ഇവരെ ഒന്നിച്ചേ പറയുന്നുള്ളൂ. അവർ വിവാഹിതരായിരുന്ന പോലെ തന്നെ they were a married couple in the Lord's service. കർത്താവിൻ്റെ വേലയിലും അവരൊരുപോലെ ഇഴുകിച്ചേർന്നൊരു ഭവനമായിരുന്നെന്ന് മാത്രമല്ല, പലരും വിശ്വസിക്കുന്നത്
പ്രിസ്കില്ലയായിരുന്നു അക്കിലാഫിനെക്കാട്ടിൽ, ഈ ഭർത്താവിനെക്കാട്ടിൽ ആത്മിക താല്പര്യമുള്ളവളായി മുൻപന്തിയിൽ നിന്നിരുന്നത് ഈ സഹോദരിയായിരുന്നു എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് ലൂക്കോസും പൗലോസും അവളുടെ പേര് 4 പ്രാവശ്യം ആ കപ്പിൾസിൻ്റെ പേര് പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞത്. ബട്ട് ദേ വർ എ ഗോഡ്ലി കപ്പിൾ. പല കുടുംബങ്ങളിലും ഭാര്യമാരായിരിക്കാം കുറച്ചുകൂടെ ആത്മികരായിട്ടുള്ളത്. ദൈവം അത് നോട്ട് ചെയ്യുന്നുണ്ട്. അവളുടെ പ്രയത്നമാണ് അവളുടെ വീട് തുറന്നു കൊടുത്തത്. എഫെസോസിലെ വീടും റോമിലെ വീടും നമ്മൾക്കറിയാം. സഹോദരിമാർ അലവ് ചെയ്യാതെ ഒരിക്കലും വീടങ്ങനെ തുറന്നു കൊടുക്കാൻ നിവൃത്തിയില്ല. ആ വീടുകൾ തുറന്നു കൊടുത്തു. അവിടെ ആതിഥ്യം അവർ അരളി, അവർ വില കൊടുത്തു. ആ സഹോദരിയുടെ പേര് പരിശുദ്ധാത്മാവ് 4 പ്രാവശ്യം എടുത്ത് ആദ്യം പറയുമ്പോൾ ആ കപ്പിൾസിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വാട്ട് എ ബ്യൂട്ടിഫുൾ കപ്പിൾ! എത്ര സൗന്ദര്യമുള്ള, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് അവരെന്നുള്ളത് പ്രത്യേകം നോക്കുക. വീണ്ടും നമുക്ക് 5-ാം വാക്യത്തിൽ വരുമ്പോൾ പൗലോസ് മറ്റൊരാളെ പറയുന്നു. 5-ാം വാക്യം, അതിൻ്റെ 5-ാം വാക്യത്തിൻ്റെ മധ്യഭാഗം. ആസ്യയിൽ ക്രിസ്തുവിന് ആദ്യഫലമായി എനിക്ക് പ്രിയനായ എപ്പനത്തോസിനെ വന്ദനം ചെയ്യുക. എപ്പനത്തോസ്, പൗലോസ് പറയുന്നു എനിക്ക് പ്രിയനായവൻ. ആസ്യ പ്രൊവിൻസിൽ പൗലോസിൻ്റെ പ്രയത്നം, ആസ്യ പ്രൊവിൻസിലെ ഒരു പട്ടണമാണ് എഫെസോസ്. ആസ്യ പ്രൊവിൻസിലെ ഒരു പട്ടണമാണ് എഫെസോസ്. നമ്മൾ വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നു, ആസ്യയിലെ സഭകൾക്ക് എഴുതുക, എഫെസോസ് പുറന്ന ഇങ്ങനെയുള്ള പ്രൊവിൻസിലെ സഭകളിൽ ഒരു സഭയാണ് എഫെസോസ്. അപ്പോൾ അവിടെ പൗലോസിൻ്റെ ആദ്യ ഫലമാണ് ഇപ്പം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന എപ്പനത്തോസ്. ഫസ്റ്റ് ഫ്രൂട്ട്, പൗലോസിൻ്റെ ഫസ്റ്റ് കൺവേർട്ടാണ്. മാത്രമല്ല 1 കൊരിന്ത്യർ 16-ാം അധ്യായം, 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യത്തിൽ വരുമ്പോൾ അവർ ആഖായിലെ നോക്കാം. 1 കൊരിന്ത്യർ 16-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യം നോക്കിയാട്ടെ. 1 കൊരിന്ത്യർ 16-ന്റെ 15-16 വാക്യം. സഹോദരന്മാരെ, സ്തെഫാനോസിൻ്റെ കുടുംബം ആഖായിൽ ആദ്യഫലം അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇങ്ങനെയുള്ളവർക്കും അവരോടുകൂടെ പ്രവർത്തിച്ച് അധ്വാനിക്കുകയും ചെയ്യുന്ന ഏവനും നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കണം എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, സ്തെഫാനോസിൻ്റെ കുടുംബക്കാർ, ഈ വ്യക്തി ആ കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന് കരുതപ്പെടുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് JB, അതായത് ഒരു ഭാഷാന്തരത്തിൽ ദ ഫസ്റ്റ് ഓഫ് ആസിയാസ് ഗിഫ്റ്റ് ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിനുള്ള ആദ്യത്തെ ദാനമെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭാഷാന്തരത്തിൽ. 6-ാം വാക്യത്തിൽ ഒരു സഹോദരിയുടെ പേര് വീണ്ടും പറയുന്നു. നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവളായ മറിയെ വന്ദനം ചെല്ലുവിൻ. മറിയ, പൗലോസിന് വളരെ വ്യക്തമായി ഈ സഹോദരിയെ അറിയാം, അവളുടെ ഹാർഡ് വർക്ക് അറിയാം. ഞാൻ ഈ ഭാഗം ധ്യാനിച്ചിട്ടുള്ളപ്പോൾ ഞാൻ ഓർത്തു, നോക്കുക, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. ഇവിടെ നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ 6-ാം വാക്യത്തിൽ വളരെ അധ്വാനിച്ചു, 12-ാം വാക്യം കർത്താവിൽ അധ്വാനിച്ചു, 12-ാം വാക്യത്തിൻ്റെ അവസാനം കർത്താവിൽ വളരെ അധ്വാനിച്ചു. ഇങ്ങനെ അധ്വാനിച്ചു, വളരെ അധ്വാനിച്ചു. ഒരു സ്ലൈറ്റ് ഡിഫറൻസ് പോലും പരിശുദ്ധാത്മാവ് അവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, അവരവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് കർത്താവിൻ്റെ അവസാനത്തെ പ്രോമിസ് സഭയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം അധ്വാനിച്ചവരുണ്ട്, വളരെ അധ്വാനിച്ചവരുണ്ട്, വീട് തുറന്നു കൊടുത്തവരുണ്ട്, പണം കൊടുത്തവരുണ്ട്. ഇങ്ങനെ ഓരോരുത്തരുടെ പ്രവൃത്തികളുടെ വ്യത്യസ്തത പരിശുദ്ധാത്മാവ് നോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. മറിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവളായ മറിയെന്ന് 6-ാം വാക്യത്തിൽ രേഖപ്പെടുത്തി. എന്തിനാണ് അവൾ ഇത്ര വളരെ അധ്വാനിച്ചത്? എന്തിനാണ് വളരെ അധ്വാനിച്ചത്? എബ്രായലേഖനം 6:10 വളരെ വ്യക്തമായി നമ്മളൊരു കാര്യം വായിക്കുന്നുണ്ട്. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം മറന്നു കളയുവാൻ അവൻ അനീതിയുള്ള കർത്താവല്ല. ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് തൻ്റെ ജനത്തിനു വേണ്ടി വളരെ അധ്വാനിപ്പാൻ ഇവളെ പ്രേരിപ്പിച്ചത്. 1 യോഹന്നാൻ 3:14 നമ്മൾ വായിക്കുന്നുണ്ട്, നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ അറിയാം. അപ്പം സഹോദരന്മാരെ സ്നേഹിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടവനാണെന്ന് മാത്രമല്ല, ക്രിസ്തുവിനെ നമ്മൾ വളരെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൂടെ തെളിയിക്കുകയാണ്.
നമ്മളെങ്ങനെ കർത്താവിനോടുള്ള സ്നേഹം കാണിക്കുന്നത്? ദിസ് ഈസ് ദ ഓൺലി വേ. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? അല്ല. എബ്രാഹിം 6:10 1 യോഹന്നാൻ 3:14 നമ്മൾ വായിക്കുന്നു, സഹോദരന്മാരോടുള്ള സ്നേഹം വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും ശുശ്രൂഷിച്ചതിനാലും തൻ്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം, സാഹോദര്യ സ്നേഹം നമ്മുടെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ റിയാലിറ്റിയുടെ ഒരകല്ലാണ്. When we love the Lord sincerely, we will love our fellow believers. നമ്മുടെ കൂട്ടുസഹോദരന്മാരെയും സഹോദരിമാരെയും നമ്മൾ യഥാർത്ഥമായി സ്നേഹിക്കാൻ തുടങ്ങും കർത്താവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ. ഇവിടെ നോക്കുക, ഇവൾ വളരെ അധ്വാനിച്ചു. ഇവിടെ ഒരു ഭാഷാന്തരത്തിൽ ഊന്നി പറയുന്നത് ഹെർ വില്ലിങ്നെസ് ഈസ് ടു ഗ്രോ വിയറി ഇൻ സർവിങ് ദം. അവരെ ശുശ്രൂഷിച്ച് ക്ഷീണിക്കുക. സഹോദരിമാർക്കറിയാം പ്രായം ചെല്ലുന്നവർ ക്ഷീണവും കൂടും. പക്ഷേ ഈ സഹോദരിയുടെ പ്രായമൊന്നും നമുക്കറിയില്ല. അവൾ ക്ഷീണിക്കുന്നത് വരെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുകയാണ്. പക്ഷേ അവൾ ക്ഷീണിക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ മുന്നിലൊരു വെല്ലുവിളിയായിട്ടിരിക്കുന്നു. 7-ാം വാക്യം നോക്കിയാട്ടെ. എൻ്റെ ചർച്ചക്കാരും സഹബദ്ധരായ അന്ത്രോണിക്കോസിനും യൂനിയാവിനും വന്ദനം ചെയ്യലു. അന്ത്രോണിക്കോസും യൂനിയാവും അവരെ വിളിച്ചിരിക്കുന്ന ചർച്ചക്കാരെന്ന്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, പൗലോസിൻ്റെ ശാരീരിക ബന്ധമുള്ളവരല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? 2 കാരണം പറയാം. റോമലേഖനം 9-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നോക്കിയാട്ടെ. നമ്മൾ നേരത്തെ പഠിച്ചതാ, പക്ഷേ റോമലേഖനം 9-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം 9:3 എൻ്റെ ചർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ആഗ്രഹിക്കാമായിരുന്നു. എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർ. പൗലോസ് അത് യഹൂദന്മാരെ കുറിച്ച് പറയുന്നതാണ്, അല്ലാതെ പൗലോസിൻ്റെ ബ്ലഡ് റിലേഷനെ കുറിച്ചല്ല പറയുന്നത്, കുടുംബക്കാരെ കുറിച്ചല്ല പറയുന്നത്. ആ ചാർച്ചക്കാരെന്നുള്ള വാക്ക് യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് ഈ 9-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ചർച്ചക്കാരായ 2 പേരുടെ പേര് പൗലോസ് എടുത്ത് പറയുമ്പോൾ അത് ആക്ഷരികമായ ചർച്ചക്കാരല്ല എന്ന് വളരെ ശക്തമായി ദൈവദാസന്മാർ പറയുന്നു. അതിൻ്റെ മറ്റൊരു കാരണം അവർ പറയുന്നത് ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യമാണ്. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ഒക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. പൗലോസ് എല്ലാം ഛേദമെന്നുണ്ട്. പൗലോസ് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ കുടുംബ ബന്ധങ്ങളും തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ഈ വാക്യത്തിനാൽ തെളിയിക്കുന്നുണ്ട്. എല്ലാം ഛേദം വന്നു. നമുക്കറിയാം, നമ്മുടെ മധ്യത്തിൽ തന്നെ കാത്തലിക് പശ്ചാത്തലത്തിൽ നിന്നും മറ്റും ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ട സഹോദരന്മാർ വരുമ്പോൾ അവരെ കുടുംബക്കാരവരെ അകറ്റുന്നു. പൗലോസ് ഓർക്കണം, സ്ട്രിക്റ്റ് ഒരു യഹൂദനായി ജീവിച്ച, പരീശനായി ജീവിച്ച പൗലോസ് രക്ഷിക്കപ്പെട്ടു വന്ന് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിൻ്റെ ഫലമായി ഹി ലോസ്റ്റ് ഈവൻ ഹിസ് റിലേഷൻസ്. എല്ലാം ഞാൻ ഛേദമെന്നുണ്ട്. ആ എല്ലാം എന്നുള്ള പദത്തിൽ തൻ്റെ റിലേഷൻസ് വന്നിട്ടുണ്ടെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുത്തി. ഹി ലോസ്റ്റ് ഹിസ് ഫാമിലീസ്. തൻ്റെ കുടുംബക്കാരെയും നഷ്ടമായി. എന്നാൽ ഇവിടെ തൻ്റെ ചാർച്ചക്കാരെന്ന് പറയുന്നത് അതുകൊണ്ട് ശാരീരിക ചാർച്ചക്കാരല്ല എന്നുള്ളത് അതുകൊണ്ട് കണക്കാക്കപ്പെടുന്നു. 9-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം അനുസരിച്ച് ചാർച്ചക്കാരെന്ന് പറയുന്നത് യഹൂദന്മാരോടുള്ള ബന്ധത്തിലാണ്. ഫെലോ ട്രൈബ്സ്മെൻ, തൻ്റെ യഹൂദന്മാരായിരിക്കാം, തനിക്ക് പ്രത്യേകാല അടുപ്പമുള്ള വ്യക്തികളായിരിക്കാം. എന്നാൽ ഇവരെക്കുറിച്ച് പൗലോസ് വളരെ അടുത്ത വ്യക്തികളായിരുന്നു. എന്നാൽ അവരെക്കുറിച്ച് പറഞ്ഞ 1-2 കാര്യങ്ങളൊന്നും നോക്കിയാട്ടെ. 7-ാം വാക്യം, എൻ്റെ ചാർച്ചക്കാരായ സഹബദ്ധന്മാരായ അന്ത്രോണിക്കോസിനും യൂനിക്കോസിനും വന്ദനം ചെല്ലുവിൻ. ദേ വേർ ഫെലോ പ്രിസണേഴ്സ്. പൗലോസ് ജയിലിൽ കിടന്നപ്പോൾ കൂടെ കിടന്നവരായിവർ. എപ്പോഴാണ് കിടന്നതെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ സാധ്യമല്ല. പൗലോസ് ജയിലിൽ പലപ്പോഴും കിടന്നിട്ടുണ്ട്. 2 കൊരിന്ത്യർ 11:23 ജയിലിൽ കിടന്ന് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 11:23 വായിക്കണമെന്നില്ല. ഒരു പക്ഷേ അപ്പോൾ കൂടെ കിടന്നായിരിക്കാം. ഈ ഇവരെ കുറിച്ചൊരു പേര് പറയുന്നുണ്ട്, അവർ അപ്പസ്തലരുടെ ഇടയിൽ പേർ കൊണ്ടവരും എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരുമാകുന്നു. ഇവരെ ഔട്ട്സ്റ്റാൻഡിങ് എമംഗ് ദ അപ്പോസ്റ്റൽസ് എന്ന്. ഈ 2 വ്യക്തികൾ അപ്പോസ്തലരുടെ ഇടയിൽ അറിയപ്പെട്ടിരുന്നു. ചിലർ അഭിപ്രായപ്പെടുന്നത് they were messengers,
They were messengers. ഈ അപ്പോസ്റ്റോൾസ് എന്നുള്ളത് മെസ്സഞ്ചേഴ്സ് എന്നുള്ള ആശയം വരുന്നുണ്ട്. 12 അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. പൗലോസ് 12 അപ്പോസ്തലന്മാരിലല്ല. അപ്പോൾ അവരുടെ മധ്യത്തിൽ അറിയപ്പെട്ട 2 വ്യക്തികളായിരുന്നു ഇവർ. മാത്രമല്ല, they were first fruit. ക്രിസ്തുവിന് മുമ്പേ വിശ്വസിച്ചവരാണ്. അപ്പോൾ ഇന്നത്തെ പോലെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ആത്മീയമായിട്ട് വളരാതിരിക്കുകയല്ല, ആളുകൾ വളർത്തുവാൻ സഭ ശ്രമിച്ചു. യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ അനുസരിച്ച് രക്ഷിക്കപ്പെട്ടവരെ ശിഷ്യത്വത്തിൻ്റെ പാതയിൽ കൊണ്ടുവരികയും ക്രിസ്തു എന്ന തലയോളം അവരെ വളർത്തുവാൻ സഭ ശ്രമിച്ചപ്പോൾ ഇവരും വളർന്ന് സഭയ്ക്ക് പ്രയോജനപ്പെട്ട, പ്രോബബ്ലി ദേ ക്യാൻ ബി മെസ്സഞ്ചേഴ്സ്, അവരും ദൂതുകൾ കൊടുത്തുകൊണ്ടിരുന്നവരായിരിക്കാം. അങ്ങനെ അപ്പോസ്തലന്മാരുടെ ഇടയിൽ അറിയപ്പെട്ട ഔട്ട്സ്റ്റാൻഡിങ് എമംഗ് ദ അപ്പോസ്റ്റോൾസ് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്ന് കരുതുന്നവരുണ്ട്. 8-ാം വാക്യം നോക്കിയാട്ടെ. കർത്താവിൽ എനിക്ക് പ്രിയനായ അംബ്ലിയോത്തോസിന് വന്ദനം ചെല്ലുവിൻ. അംബ്ലിയോത്തോസ് പ്രിയനായ, 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവിൽ എനിക്ക് പ്രിയനായ അംബ്ലിയോത്തോസ്. ഒരു ലാറ്റിൻ വേർഡാണ് ഈ പേര്. ബലവെടെന്നുള്ള പേരാണ് പൗലോസ് ഇവിടെ പറയുമ്പോൾ എനിക്ക് പ്രിയനായ. ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരാളെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പേഴ്സണൽ വാം അറ്റാച്ച്മെൻ്റാണ്, ഒരു ചൂടേറിയ, ഒരു വികാരപരമായ ഒരു അറ്റാച്ച്മെൻറ്റാണ് പൗലോസ് പറയുന്നത്. ചുമ്മാ അതൊരു കാഷ്വൽ ഒരു വാക്കല്ല. എൻ്റെ പ്രിയനായ അംബ്ലിയോത്തോസ്, മൈ ബെലവഡ്. ആ വാക്ക് 4 പ്രാവശ്യം ഇവിടെ പറയുന്നുണ്ട്. 4 പേരെ കുറിച്ച് പറയുന്നുണ്ട്. വേണേൽ നോട്ട് ചെയ്തോ. 5-ാം വാക്യത്തിൽ എടുത്ത് പറയുന്നുണ്ട്. 5-ാം വാക്യത്തിൽ എഫനോറ്റോസിനെ കുറിച്ച് പറയുന്നുണ്ട്. 8-ാം വാക്യത്തിൽ അംബ്ലിയോത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. 9-ാം വാക്യത്തിൽ എനിക്ക് പ്രിയനായ സാക്കുവിനെ കുറിച്ച് പറയുന്നുണ്ട്. 12-ാം വാക്യത്തിൽ 12-ാം വാക്യത്തിൽ പ്രിയ പെർസിസ് എന്ന് പറയുന്നുണ്ട്. 4 പേരെക്കുറിച്ച് ഈ ബലപീഠം എന്നുള്ള പേരിൽ പൗലോസ് എടുത്ത് പറയുന്നുണ്ട്. ഹിസ് പേഴ്സണൽ ടച്ച് ഓൺ ദം. 9-ാം വാക്യം നോക്കിയാട്ടെ. 9-ാം വാക്യം, ക്രിസ്തുവിൽ ഞങ്ങളുടെ കൂട്ടുവേലക്കാരെ ഉർബനോസ്, എന്തോ പേരുകളൊക്കെ അല്ലേ, അന്നത്തെ കാലത്തെ പേരുകളാണ്. വീണ്ടും ഇതൊരു ലാറ്റിൻ പേരാണെന്ന് പറയുന്നു, ഉർബനോസ്. പക്ഷെ അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഉർബനോസ് ആരാണ്? ഞങ്ങളുടെ കൂട്ടുവേലക്കാരൻ, എൻ്റെ കൂട്ടുവേലക്കാരൻ നല്ല പൗലോസ് പറഞ്ഞു. അവർ ഫെലോ വർക്കർ, ഇൻഡിക്കേറ്റിംഗ് അദ്ദേഹം മറ്റനേക വിശുദ്ധന്മാരോട് ചേർന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. വീണ്ടും നമ്മൾ നോക്കുക, ആ വാക്യത്തിൽ തന്നെ വേറൊരു പേര് കാണുന്നുണ്ട്. എനിക്ക് പ്രിയനായ സാക്വിന് വന്ദനം ചെയ്യുവൻ. പ്രിയനായ, എ വെരി ക്ലോസ് ബോണ്ട് ഓഫ് അഫെക്ഷൻ, വളരെ അടുത്ത അഫെക്ഷൻ്റെ അദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റ് വിവരമൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. പൗലോസിനെ അറിയത്തുള്ളൂ എന്താണ് ആ അഫെക്ഷനുള്ള കാരണം. 10-ാം വാക്യം വീണ്ടും നമ്മൾ വായിക്കുന്നത് ക്രിസ്തുവിൽ സമ്മതനായ, ആ വാക്ക് നമുക്ക് നോക്കാം. 10-ാം വാക്യം, ക്രിസ്തുവിൽ സമ്മതനായ അപ്പലോസിന് വന്ദനം ചെല്ലുവിൻ. ആ വാക്ക് അണ്ടർലൈൻ ചെയ്താൽ കൊള്ളാം. ക്രിസ്തുവിൽ സമ്മതനായ, ആ വാക്ക് ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് അറിയാമോ? അപ്രൂവ്ഡ് ഇൻ ക്രൈസ്റ്റ്. അപ്രൂവ്ഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ അപ്രൂവ്ഡായ അപ്പലോസ്. അപ്പലോസ് ആരാണ്? അപ്രൂവ്ഡ് ഇൻ ക്രൈസ്റ്റ്. പൗലോസ് തിമോഥെയോസിനെ കുറിച്ച് ആഗ്രഹിച്ച ഇതാണ്. 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നോക്കിയാട്ടെ. 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. 2 തിമോഥെയോസ് 2-ന്റെ 15-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, സത്യവചന യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായ ദൈവത്തിന് കൊള്ളാവുന്നതിനായി നിൽപ്പാൻ ശ്രമിക്കുക. കൊള്ളാവുന്ന വേലക്കാരൻ എന്നുള്ളത് ഇംഗ്ലീഷ് വായിച്ചാൽ ബി ഡെലിജന്റ് ടു പ്രസന്റ് യുവർ സെൽഫ് അപ്രൂവ്ഡ് ടു ഗോഡ്. ബി ഡെലിജന്റ് ടു പ്രസന്റ് യുവർ സെൽഫ് അപ്രൂവ്ഡ് ടു ഗോഡ്. ദൈവത്തിന് കൊള്ളാവുന്നതിനായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അപ്രൂവ്ഡ് ടു ഗോഡ്. ദൈവവചനത്തെ ശരിക്ക് പ്രസംഗിച്ച് നീ ദൈവത്തിന് അംഗീകരിക്കപ്പെട്ടവനായി നിൽക്കണം. ഇവിടെ പറയുന്ന വ്യക്തി നോക്കിയാട്ടെ, ഈ പറയുന്ന വ്യക്തി അപ്പലോസ് ആരാണ്? അപ്രൂവ്ഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു. മാത്രമല്ല പൗലോസ് തന്നെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 9:27 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ചിന്തിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതോട് ചേർത്ത് ഞാൻ വായിച്ചോട്ടെ. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം. 1 കൊരിന്ത്യർസ് 9:27. 9:27 പൗലോസ് തന്നെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. 27, ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ കൊള്ളരുതാത്തനെ പോകാതിരിക്കാൻ, ഇംഗ്ലീഷിൽ അത് വായിച്ചു കഴിഞ്ഞാൽ ഐ മൈസെൽഫ് ഷുഡ് നോട്ട് ബി ഡിസ്ക്വാളിഫൈഡ്. ഞാൻ തന്നെ കൊള്ളരുതാത്തനായി പോകരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ തിരിച്ചുള്ള അർത്ഥം എന്നാ? ഐ ഷുഡ് ബി ആൻ അപ്രൂവ്ഡ് പേഴ്സൺ. ഞാൻ അംഗീകരിക്കപ്പെട്ടൊരു വ്യക്തിയായിരിക്കണം. എങ്ങനെ? പ്രസംഗിച്ച് നടന്ന ശേഷം.
തിമോഥെയോസിനോട് പൗലോസ് പറഞ്ഞ എന്നാ? ദൈവവചനത്തെ ശരിയായി ഭാഗിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് അപ്രൂവ്ഡ് സെർവൻ്റായി നിൽപ്പാൻ ശ്രമിക്കുക. കർത്താവിൻ്റെ വരവിൽ കർത്താവ് ജീവിതം പരിശോധിക്കുമ്പോൾ അവിടെ കർത്താവ് അംഗീകരിക്കുമോ അംഗീകരിക്കത്തില്ലയോ എന്നുള്ളത് വെളിപ്പെടും. പൗലോസ് അത് ഭയപ്പെട്ടു. തിമോഥെയോസിന് പൗലോസ് എഴുതി. ഇവിടെ വളരെ വ്യക്തമായി 10-ാം വാക്യത്തിൽ അപ്പൊല്ലോസിനെ കുറിച്ച് അപ്രൂവ്ഡ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ അംഗീകരിക്കപ്പെട്ടവൻ തന്നെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. മറ്റൊരു വ്യക്തിയെ 10-ാം വാക്യത്തിലുണ്ട്. അരിസ്റ്റബുലൂസിൻ്റെ ഭവനക്കാർക്ക് വന്ദനം ചെല്ലുവേൻ. അരിസ്റ്റബുലൂസ്, അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഹേരോദ ഗ്രേറ്റ്, വലിയവനായ ഹേരോദാവിൻ്റെ ഗ്രാൻഡ്സൺ ആണെന്ന് പറയുന്നുണ്ട്. കൊച്ചുമകനാണെന്ന് ധരിക്കുന്നവർ ഉണ്ട്, അങ്ങനെ പറയുന്നവരുണ്ട്. മാത്രമല്ല അദ്ദേഹം ഒരു പക്ഷേ മരിച്ചുപോയി കാണും, അല്ലെങ്കിൽ അദ്ദേഹം രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയായിരിക്കാം. അതൊന്നും ഇവിടെ പറയുന്നില്ല. അദ്ദേഹം രക്ഷിക്കപ്പെടാത്ത ഒരാളായിരിക്കാം, അദ്ദേഹം മരിച്ചുപോയി കാണാം. പക്ഷെങ്കിൽ ഇവിടെ പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ചല്ല, അരിസ്റ്റബുലൂസിൻ്റെ ഭവനക്കാരെ കുറിച്ചാണ്. ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള അടിമകളാകാം, ബന്ധുക്കാരാകാം. നമ്മൾ ഓർത്തോലെ ഹേരോദ ഗ്രേറ്റിൻ്റെ കൊച്ചുമകനാണ്. തൻ്റെ ജോലിക്കാരും അടിമകളും ഒക്കെ ആയിരിക്കാം. അവരെ എല്ലാം ഈ ഹൗസ് ഹോൾഡ് എന്ന് ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ അവരുടെ ഭവനത്തിൽ രക്ഷിക്കപ്പെട്ടതിനെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവാണ്. 11-ാം വാക്യം നോക്കിയാട്ടെ. 11-ാം വാക്യം, എൻ്റെ ചാർച്ചക്കാരനായ ഹെരോദിയോന് വന്ദനം ചെല്ലുവേൻ. വീണ്ടും നമ്മൾ ഓർക്കുന്നു, അദ്ദേഹം ചർച്ചക്കാരനാണ്. നമ്മൾ ഓർത്തതുപോലെ ശാരീരിക റിലേഷൻ അല്ല, തനിക്ക് കുടുംബത്തെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള ക്ലോസ് അസോസിയേഷൻ്റെ ഫലമായി ആ വാക്ക് ഉപയോഗിച്ചതാകാം എന്ന് കരുതപ്പെടുന്നു. 11-ാം വാക്യത്തിൽ വീണ്ടും വായിക്കുന്നു, നർക്കിസോസിൻ്റെ ഭവനക്കാരിൽ കർത്താവിൽ വിശ്വസിച്ചവർക്ക് വന്ദനം ചെല്ലുവേൻ. അവിടെ വീണ്ടും നോക്കിയാട്ടെ, ഭവനക്കാരിൽ കർത്താവിൽ വിശ്വസിച്ചവർ. പൗലോസ് വീട്ടുകാരെ എല്ലാം വന്ദനം ചെല്ലുന്നില്ല. നർക്കിസോസിൻ്റെ വീട്ടിൽ ഭവനക്കാരിൽ കർത്താവിൽ വിശ്വസിച്ചിട്ടുള്ളവർ. അന്നത്തെ ചരിത്രം പറയുന്നു, ഈ നർക്കിസോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഫേമസ് പേഴ്സണും അല്ലെങ്കിൽ ഒരു വെൽത്തി പേഴ്സണുമായിരിക്കാം, ഒരു ധനികനും അല്ലെങ്കിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വിശ്വസിച്ച ആളുകളുണ്ടായിരുന്നു. പൗലോസ് അവരെ വന്ദനം ചെല്ലുകയാണ്. 12-ാം വാക്യം നോക്കിക്കാട്ടെ, കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രുഫനയ്ക്കും ത്രുഫോസയ്ക്കും വന്ദനം ചെല്ലുവേൻ. ത്രുഫൈനയ്ക്കും ത്രുഫോസിനും. ഇങ്ങനെ ഈ 2 സഹോദരിമാരാണ്. അന്നത്തെ കാലത്തൊക്കെ അങ്ങനെ പേരിടുന്നത് പതിവായിരുന്നു. ഇന്നും അങ്ങനെയുണ്ടല്ലോ അല്ലേ? ഏതാണ്ട് ഒരുപോലെ ഇരിക്കും പേരുകളൊക്കെ. ഈ 2 പേരും ഒരുപോലെ ഇരിക്കുന്നു. അവർ സിസ്റ്റേഴ്സ് ആയിരുന്നു എന്ന് പറയുന്നു. അവർ അരിസ്റ്റോക്രാറ്റിക് ഫാമിലി എന്ന് പറഞ്ഞാൽ ഔന്നത്യമുള്ള ഒരു ഉന്നത കുടുംബത്തിൽ പിറന്നവരാണെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. അങ്ങനെയുള്ളവരുടെ വീടുകളിലാണ് ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഇടുന്നത്. പക്ഷേ ആ പേരുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, അവർ കർത്താവിൽ അധ്വാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിലുള്ളവരാണെങ്കിലും അവരുടെ വിശ്വാസം കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ, അവരുടെ ഉന്നത നിലവാരമൊക്കെ താഴ്ത്തിവെച്ച് യേശുക്രിസ്തുവിന് വേണ്ടി അധ്വാനിപ്പാൻ, ആ സഭയിലുള്ള ദരിദ്രന്മാരെയും മറ്റും നോക്കുവാനും എടുക്കുവാനും ഈ 2 സഹോദരിമാരും അതിനകത്ത് ബദ്ധരായി തീർന്നു എന്നുള്ളത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. ആ വാക്യത്തിൽ വീണ്ടും കർത്താവിൽ വളരെ അധ്വാനിച്ചവളായ പ്രിയ പെർസിസിന് വന്ദനം ചെയ്യുവേൻ. പെർസിസ് വളരെ അധ്വാനിച്ചെന്ന് മാത്രമല്ല, പ്രിയ പെർസിസ്. ഞാൻ ആ വാക്യം ധ്യാനിച്ചപ്പോൾ എ ഡിയർ ഫ്രണ്ട് എന്ന് മാത്രമല്ല, മറ്റൊരു കാര്യം എന്നെ ചിന്തിപ്പിച്ചു. വളരെ അധ്വാനിച്ചവരെ കുറിച്ച് വേറെ പൗലോസ് പറയുന്നുണ്ട്. 6-ാം വാക്യത്തിൽ വളരെ അധ്വാനിച്ച മറിയുണ്ട്. 12-ാം വാക്യത്തിൽ കർത്താവിൽ അധ്വാനിച്ച ത്രുഫനയും ത്രുഫസും ഉണ്ട്. പക്ഷേ എന്തിനാണ് കർത്താവിൽ വളരെ അധ്വാനിച്ച പ്രിയ പെർസിസ് എന്ന് എഴുതാൻ കാരണം? ഞാൻ വിശ്വസിക്കുന്നു മറ്റുള്ളവരും അധ്വാനിച്ചു, പെർസിസും അധ്വാനിച്ചു. പക്ഷേ പെർസിസ് അധ്വാനിച്ചപ്പോൾ there must have been a special grace in her. അവളിൽ വിളങ്ങിയൊരു പ്രത്യേക കൃപയുണ്ടായിരിക്കാം. ഒരുപക്ഷെ പുഞ്ചിരിച്ചുകൊണ്ടായിരിക്കാം, ഒരുപക്ഷെ അവിടെ സ്നേഹം അവൾ പ്രകടമാക്കിക്കൊണ്ടായിരിക്കാം, അവളെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി കാണിച്ച ഒരു പ്രത്യേക ക്യാരക്ടർ അവരിൽ വിളങ്ങുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയായിരിക്കാം കർത്താവിൽ വളരെ അധ്വാനിച്ച പ്രിയ പെർസിസ് എന്ന് പൗലോസ് എഴുതാൻ കാരണം. പെർസിസ് എന്ന വാക്കിൻ്റെ അർത്ഥം എ പേർഷ്യൻ ലേഡി എന്ന. പെർസിസ് എന്ന വാക്കിൻ്റെ അർത്ഥം പേർഷ്യൻ ലേഡി എന്ന. ഒരു
പേർഷ്യൻ സ്ത്രീ എന്നാണ് അതിൻ്റെ അർത്ഥം. ഷീ വാസ് വെരി ക്ലോസ് വിത്ത് പൗലോസിനോട് വളരെ അടുത്തിരുന്നു. പൗലോസ് പറഞ്ഞ പോലെ വളരെ അധ്വാനിച്ചു. ദൈവദാസന്മാരെ സ്നേഹിക്കുകയും അധ്വാനിക്കുകയും കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുകയും ചെയ്തവരാണ് ഇവരൊക്കെ. ബാക്കിയൂടെ നമുക്ക് പ്രത്യേകം തീർക്കാം. 13-ാം വാക്യം, കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്ക് അമ്മയായ അവൻ്റെ അമ്മയെയും വന്ദനം ചെയ്യുവേൻ. രൂഫോസ്, ഈ പേര് മർക്കോസ് 15:21 മർക്കോസ് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21. അലക്സാണ്ടറിൻ്റെ രൂഫോസിൻ്റെയും അപ്പനായ വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവൻ്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. ഇവിടെ വായിക്കുന്ന കണ്ടോ, അലക്സാണ്ടറിൻ്റെ രൂഫോസിൻ്റെ അപ്പനായ വയലിൽ നിന്ന് കുറേനക്കാരനായ ശീമോനെ. റൂഫോസ് ഇവിടെ നമ്മൾ വായിക്കുന്നു. ഇവിടെ വായിച്ചെന്താണ്? അതിൻ്റെ 13-ാം വാക്യം നോക്കിയാട്ടെ. കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് ചുമന്നു അവൻ്റെ പിതാവ് മാത്രമല്ല, മർക്കോസിൻ്റെ സുവിശേഷം റോമിൽ നിന്ന് രേഖപ്പെടുത്തിയതാണ്, എഴുതിയതാണ്. റോമക്കാർ നമുക്കറിയാം ഒരു സെർവൻറ്റിനെ നോക്കിക്കൊണ്ടിരുന്നു, പെർഫെക്റ്റ് സെർവൻറ്റ്, ഒരു സമ്പൂർണ്ണ ദാസനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്കുക, ഈ റൂഫോസിനെ കുറേനക്കാരനായ ശീമോൻ, കുറേന എന്ന് പറയുന്ന സ്ഥലം ആഫ്രിക്കയിലാണ്, നോർത്തേൺ ആഫ്രിക്ക. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോഴാണ് മനസ്സിലായത്, നോർത്തേൺ ആഫ്രിക്കയിൽ ധാരാളം യഹൂദന്മാർ കൂടി പാർത്തിരുന്നു. അവരുടെ മധ്യത്തിൽ നിന്ന് ഈ പെസഹോത്സവ സമയം യെരുശലേമിൽ വന്ന ഒരു വ്യക്തിയായിരുന്നു ഇവൻ്റെ അപ്പനെന്നുള്ളത് ചിന്തിക്കുന്നവരുണ്ട്. ഏതായാലും അവൻ കർത്താവിൽ പ്രസിദ്ധനായി. അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായം നോക്കാം. ആക്ട്സ് ചാപ്റ്റർ 11 അതിൻ്റെ 19-20 വാക്യം നോക്കിയാട്ടെ. 11:19 സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവായി ചിതറിപ്പോയ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫെനിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങൾ സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രോസ്കാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യഹൂദന്മാർ കർത്താവിനെ കുറിച്ച് പറഞ്ഞു. നോക്കുക, ഇവിടെ യഹൂദന്മാരോട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ചിലർ എവിടുത്തുകാരായിരുന്നു? കുറേനക്കാരനായ ശിമോൻ. അപ്പോൾ വീണ്ടും തിരുവചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു, അവിടെ യഹൂദന്മാരുണ്ടായിരുന്നു, സിറിയൻ. അതിൽ ഒരു വ്യക്തിയാണ് രൂഫോസ് ഒരുപക്ഷെ കർത്താവിൽ പ്രസിദ്ധനായി മാറിയത് ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം. തൻ്റെ പിതാവ് ക്രൂശ് ചുമന്ന വ്യക്തിയാണെന്നും അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഇദ്ദേഹം എന്നുള്ളതും ഒരുപക്ഷെ വളരെ പ്രസിദ്ധമായി കാണും എന്നുള്ളത് നമുക്ക് ചിന്തിപ്പാൻ കഴിയും. എന്നാൽ ഇവിടെ വേറെ ഒരു കാര്യം കൂടെ രേഖപ്പെടുത്തി, കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്ക് അമ്മയായ അവൻ്റെ അമ്മയെയും വന്ദനം ചെയ്യുവൻ. എനിക്ക് അമ്മയായ അവൻ്റെ അമ്മ. പൗലോസിന് മാതാവിനെ നഷ്ടപ്പെട്ടു, പൗലോസിന് കുടുംബം നഷ്ടപ്പെട്ടു. പൗലോസിനെ ശുശ്രൂഷിപ്പാൻ ഒരമ്മയുണ്ടായി, ഈ രൂഫോസിൻ്റെ അമ്മ. ഒരു മാതാവ് കൊടുത്ത വാത്സല്യവും, ഒരു മാതാവ് കൊടുത്ത സ്നേഹവും, ഒരു മാതാവ് കൊടുത്ത ആലിംഗനവും ഈ മാതാവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അവൻ്റെ അമ്മയായ എൻ്റെ അമ്മയെന്ന് രേഖപ്പെടുത്താൻ കാരണം. കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിൽ നമുക്ക് വീടുകളെയോ അമ്മയപ്പന്മാരെയോ ഒക്കെ വിട്ടാൽ നിങ്ങൾക്കിവിടെ വെച്ച് കിട്ടും അമ്മയെക്കാട്ടിൽ സ്നേഹിപ്പാൻ, ഒരു പിതാവിനെക്കാട്ടിൽ സ്നേഹിപ്പാൻ, നമ്മളെ സ്നേഹിപ്പാൻ ക്രിസ്തുവിൽ അനേകരെ ഒരുക്കപ്പെടുമെന്നുള്ളതിൻ്റെ വളരെ തെളിവാണ് ഈ പറയുന്ന കാര്യങ്ങൾ. കർത്താവ് പറഞ്ഞ ഒരു വാക്യം നമുക്ക് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 19 അതിൻ്റെ 29. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ക്രിസ്തു പറഞ്ഞതാണ് 19-ന്റെ 29-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നു, എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരിയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവർക്കെല്ലാം 100 മടങ്ങ് ലഭിക്കും. അവർ നിത്യവനെയും അവകാശമാക്കും. എങ്കിലും മുമ്പന്മാർ പലരും പിമ്പന്മാരും മുമ്പന്മാരുമാകും. നോക്കുക, അമ്മയപ്പന്മാരെയും മക്കളെ നിലങ്ങളെ വിട്ടുകളഞ്ഞവർക്കെല്ലാം 100 മടങ്ങ് ലഭിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം ആ ഭാഗം രേഖപ്പെടുത്തിയ വേറൊരു ഭാഗം നോക്കാം. മർക്കോസ് 10-ന്റെ 29-30. മർക്കോസിൻ്റെ സുവിശേഷം
10-ാം അധ്യായത്തിൻ്റെ 29-30. അതിന് യേശു, എൻ്റെ നിമിത്തം, സുവിശേഷ നിമിത്തമോ വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മയപ്പന്മാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനം പ്രാപിക്കാത്തവർ ആരുമില്ലെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. കർത്താവ് പറയുകയാണ്, എൻ്റെ നിമിത്തം വീടൊക്കെ വിട്ടുപോവുക, അമ്മയപ്പന്മാരെ വിട്ടുപോവുക. ഇവിടെ കിട്ടും. പൗലോസിന് കുടുംബം നഷ്ടപ്പെട്ടു. പക്ഷേ രൂഫോസിൻ്റെ അമ്മ പൗലോസിൻ്റെ അമ്മയായി മാറി. അനേക സ്ഥലങ്ങളിൽ പൗലോസിന് വീടുകൾ തുറന്നു കൊടുത്തു. പൗലോസിനെ അമ്മയെപ്പോലെ സഹോദരനെ പോലെ സൂക്ഷിച്ച അനേക സഹോദരന്മാർ ഈ കർത്താവിൻ്റെ വാക്കുകൾ നിവർത്തിക്കുകയായിരുന്നു എന്നുള്ളതിന് തർക്കമില്ല. വീണ്ടും 14-15 വാക്യം കൊണ്ട് നോക്കാം. അസംക്രിത്തോസിനും പ്ലേഗോനും ഹെർമോസിനും പത്രോബോസിനും ഹെർമോസിനും കൂടെയുള്ള സഹോദരന്മാർക്കും വന്ദനം ചെല്ലുവേൻ. 2 ഗ്രൂപ്പിനെ പൗലോസ് പറയുക. കൂടെയുള്ളവർ എന്ന് പറഞ്ഞാൽ ആ പേരുകൾ പറഞ്ഞ് അവരുടെ കൂടെയുള്ള സ്ഥലസഭയാണ് എന്ന് ചിന്തിക്കുന്നു. അടുത്തത് ഫിലലോഗോസിനും യൂലിയോയ്ക്കും നെരിയൂസിനും അവൻ്റെ സഹോദരിക്കും ഒലുംബാസിനും അവരോടുകൂടെയുള്ള സകല വിശുദ്ധന്മാർക്ക് വന്ദനം ചെല്ലുവേൻ. 2 ഗ്രൂപ്പിനെ എടുത്ത് പറയുന്നു. അവരോട് കൂടെയുള്ള വിശുദ്ധന്മാർ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പൗലോസ് പേര് ഈ സഭകളെയും ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ആ ഗ്രീറ്റിങ്. 16-ാം വാക്യം നോക്കിയാട്ടെ. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവേൻ. ക്രിസ്തുവിൻ്റെ സകല സഭകളും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. എ ഹോളി കിസ്, സല്യൂട്ട് വൺ അനദർ വിത്ത് ഹോളി കിസ്. 5 പ്രാവശ്യം പുതിയ നിയമത്തിൽ അത് കാണുന്നുണ്ട്. സ്നേഹ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു. ഞാൻ ആ വാക്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. 1 കൊരിന്ത്യർ 16:20 നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. 1 കൊരിന്ത്യർ 16:20, 1 കൊരിന്ത്യർ 16:20, 2 കൊരിന്ത്യർ 13:12, 2 കൊരിന്ത്യർ 13:12, 1 പത്രോസ് 5:14. നമ്മൾ വായിച്ച റോമാലേഖനത്തിൽ നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഈ സ്നേഹ ചുംബനം ഒരു എമോഷനാണ്. സൗരന്മാർ തമ്മിൽ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കരം ഒരു വികാരം ഹൃദയത്തിൽ നിന്ന് തെള്ളുന്ന ഒരു ചൂട്, ഒരു വാം എമോഷണൽ ലവാണ്. ഒരു വാം എമോഷണൽ ലവ്. ഒരു കുടുംബക്കാർ തമ്മിൽ കാണുമ്പോൾ അവർ കെട്ടിപ്പിടിക്കും. സ്വന്തം സഹോദരന്മാർ തമ്മിൽ കാണുമ്പോൾ അവർ കെട്ടിപ്പിടിച്ച് സ്നേഹ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവാനായിട്ട് ആവശ്യം. ക്രിസ്ത്യ ബന്ധം ഇതുപോലെ എമോഷണൽ ആയിരിക്കണം. നമ്മുടെ ഇടയിൽ കടന്നു വരുന്നവർക്ക് ആ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കണം. ആ സ്നേഹത്തിൻ്റെ ചൂട് അവർ അനുഭവിക്കണം. പൗലോസ് അതിനാണ് പറയുന്നത്, ഈ സ്നേഹ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. നമുക്കിനി വളരെ പ്രാധാന്യത അറിയിക്കുന്ന ഒരു ഭാഗത്തിലേക്ക് പോകാം. ഇത് പൗലോസ് സല്യൂട്ടേഷനാണ്. ഇനിയും പൗലോസ് സഭയുടെ ഭിന്നതയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. 17 തൊട്ട് 20 വരെയുള്ള വാക്യം നമുക്ക് നോക്കാം. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണം. ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു, അവരോട് അകന്നു മാറുവീൻ. ഇങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറിനെ അത്രേ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ച് കളയും ചെയ്തു. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരും ആകണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. പൗലോസ് ഈ 17 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളിൽ ഇടർച്ചകൾ വരുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം നമ്മൾ നേരത്തെ പഠിക്കുകയുണ്ടായി. നമ്മൾ ഒരധ്യായം 14-ാം അധ്യായം മുഴുവൻ ഇതോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിച്ചു. മനോഹരമായിട്ട് ആ ഭാഗം പഠിക്കുകയുണ്ടായി. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം കർത്താവ് എന്താ പറഞ്ഞത്? ലൂക്കോസ് 17:1, ഇടർച്ച വരാതിരിക്കുന്നത് അസാധ്യം. ഇടർച്ച വരാതിരിക്കുന്നത് അസാധ്യം. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. മത്തായി 18:6-7 വാക്യത്തിലുണ്ട്, ഇടർച്ചകൾ വരും. പൗലോസിൻ്റെ കാലത്ത് നമ്മൾ ചിന്തിച്ചു, യഹൂദ വിശ്വാസ പ്രമാണങ്ങൾ ആചരിക്കണമെന്ന് മുറുകെ പിടിക്കുന്ന ക്രിസ്ത്യാനികൾ തന്നെ ഉണ്ടായിരുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പരിശോധനകൾക്കൊന്നും യഹൂദാചാരങ്ങൾ ദിവസങ്ങൾക്കും മാസങ്ങൾക്കൊക്കെ പ്രാധാന്യത കൊടുത്ത് പൗലോസിനെ ഏറ്റവും അധികം ഉപദ്രവിച്ചവർ അവരാണെന്നും പൗലോസ് ശുശ്രൂഷിക്കാൻ ചെല്ലുന്നിടത്തൊക്കെ ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിട്ട് ക്രിസ്ത്യാനികൾ തന്നെ സഭയ്ക്കകത്ത് തന്നെ ജൂഡായിസേഴ്സ്
യാക്കോബിൻ്റെ പക്ഷക്കാർ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ 14-ാം അധ്യായത്തിൽ പഠിക്കുകയുണ്ടായി. പൗലോസ് പറയുന്ന വാക്ക് നോക്കുക, എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണം. അവർ കൈകാര്യം ചെയ്യുവാനായിട്ട് ഒരു മാർഗ്ഗമേ ഉള്ളൂ, ദൈവവചനം പറയുന്നത് അനുസരിക്കണം. ജസ്റ്റ് ഒബേ. എന്ത് ദൈവവചനം പറയുന്നു, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദൈവവചനം എന്ത് പറയുന്നോ അത് അനുസരിക്കുക. അനുസരിക്കത്തില്ലെങ്കിൽ പ്രശ്നമാകും. എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ 19-ാം വാക്യം നോക്കിയാട്ടെ. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. പൗലോസ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ നിങ്ങളുടെ അനുസരണം, യുവർ ഒബീഡിയൻസ്. എന്താ അങ്ങനെ പറയാൻ കാരണം? 6-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നോക്കിയാട്ടെ. റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചുപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചു. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു നീതിക്ക് ദാസന്മാരായി. യു ഒബേഡ് ഫ്രം യുവർ ഹാർട്ട്. വചനം പഠിച്ചാൽ പോരാ, വചനം അനുസരിക്കണം. വചനം അനുസരിച്ചതിൻ്റെ ഫലമായി പാപത്തിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. മാത്രമല്ല സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നോക്കിയേ. പൗലോസ് സുവിശേഷത്തെക്കുറിച്ച് എന്താണ് സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്നത്? റോമലേഖനം തന്നെ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നോക്കിയാട്ടെ. 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ദൈവത്തിന് ക്രിസ്തുയേശു മുഖാന്തരം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു. അപ്പം വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമാണ്. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമാണ്. ഇനി ഇവിടെ നമ്മൾ വായിക്കുന്നു, അവരുടെ അനുസരണവും എല്ലാവർക്കും അറിവുള്ളതാണ്. 16-ന്റെ 19. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കും. അവരുടെ വിശ്വാസം പ്രസിദ്ധമാണ്, അവരുടെ അനുസരണവും പ്രസിദ്ധമാണ്. പല സ്ഥലസഭകളിലും വിശ്വാസമുണ്ട്, പക്ഷേ അനുസരണമില്ല. അനുസരിക്കാതെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന പ്രയോജനങ്ങൾ നമുക്ക് കിട്ടില്ല. റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ ടീച്ചിങ്, പാപത്തിൽ നിന്ന് എങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിക്കണം. നിങ്ങളെ പഠിപ്പിച്ചുപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചതിൻ്റെ ഫലമായി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി. നമുക്ക് നോക്കാം ഈ ഭിന്നതയുള്ള ബന്ധത്തിൽ എന്താണ് ചെയ്യേണ്ടത്. അനുസരിക്കുക. എന്താ അനുസരിക്കേണ്ടത്? 17-ാം വാക്യം നോക്കിയാട്ടെ. എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ ഇതൊന്ന് നോക്കുക. 17-ാം വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി, കോൺട്രറി ടു ദ ഡോക്ട്രിൻ, നിങ്ങൾ പഠിച്ച ഡോക്ട്രിന് വിരുദ്ധമായി പഠിപ്പിക്കുന്നവർ, ദ്വന്ദ്വപക്ഷങ്ങൾ ഇറച്ചകൾ ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചുകൊള്ളണം. പോരാ, അവരോടകന്നു മാറണം. സൂക്ഷിക്കണം, അകന്നു മാറണം. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഐ ബിസിച്ച് യു ബ്രദറൻ മാർക്ക് സച്ച് വൺസ്, അവോയ്ഡ് ദം. മാർക്ക് സച്ച് വൺസ്. ഒരു സ്ഥലസഭയിൽ ഭിന്നത ഉണ്ടാക്കുന്നവരെ മാർക്ക് ചെയ്യണം. ഇനി വേറൊരു കാര്യം നോക്കൂ. ഒരു ബ്രദറിനോട് സംസാരിക്കുകയായിരുന്നു. 20 വർഷമായിട്ട് ആ സ്ഥലസഭയിൽ പ്രശ്നമാണ്. എങ്ങനെ ഇതിനൊരു പരിഹാരം? 20 വർഷമായിട്ട് പ്രശ്നമാണ്. അവർ സൗരന്മാർ കൂടിയിട്ട് തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കഴിഞ്ഞ നാളുകളിൽ 15 വർഷമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നത് ആരാണെന്ന് എഴുതാം, നോട്ട് ചെയ്യാം. 15 വർഷത്തിൻ്റെ ചരിത്രം എഴുതി. 15 വർഷത്തിൻ്റെ ചരിത്രം എഴുതിയപ്പോൾ ആ സഹോദരനോട് പറഞ്ഞതാ, 2 പേരാ പ്രശ്നം ഉണ്ടാക്കുന്നത്. സഭയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് 2 പേരാണ്. അവരെ മാർക്ക് ചെയ്തു, സഭയുടെ പ്രശ്നം തീർന്നു. ഇത് പ്രായോഗികമാക്കാമോ? ഇത് പ്രായോഗികമാക്കാമോ? പ്രായോഗികമാക്കിയ പ്രശ്നം തീർന്നു. അനുസരണമാണ് ഈ പ്രശ്നം പരിഹാരം ഉണ്ടാകുന്നത്. നിങ്ങളുടെ സ്ഥലസഭയിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് നടക്കുന്ന പ്രശ്നത്തിൻ്റെ പുറകിൽ ആരാണെന്ന് നോക്കുക. പക്ഷേ 2 പേരുടെ പേര് കേൾക്കാം. അത് വന്ന് നിൽക്കും 2 പേരുടെ പേര്. ഒരാൾ തന്നെ പ്രശ്നം ഉണ്ടാക്കത്തില്ല, എപ്പോഴും 2 പേരാ മിനിമം. ഇനി അവർ ചെയ്യുന്നത് താഴെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ചുമതലയുണ്ട്. ദൈവമക്കളായി നമുക്ക്, ആത്മീകരായി നമുക്കൊരു ചുമതലയുണ്ട്. എന്താണെന്നറിയാമോ? ഇവിടെ രേഖപ്പെടുത്തി മാർക്ക് സച്ച് വൺ. അങ്ങനെയുള്ളവരെ മാർക്ക് ചെയ്തിട്ട് അവരെ അവോയ്ഡ് ചെയ്യണം. ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വാച്ച് ഔട്ട്, വാച്ച് ഔട്ട്. നമ്മൾ ഓർക്കണം, കർത്താവ് പറഞ്ഞ ഉപമയിൽ മർക്കോസ് 13:25 കർത്താവ് പറഞ്ഞ വാക്ക് നമുക്കറിയാം. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് കള വിതച്ചേച്ചു പോയി. വിതച്ചാൽ പിന്നെ ആ വിത്ത് കിളുക്കും.
വിതച്ചാൽ പിന്നെ കേൾക്കും. നോക്കുക, ഇവിടെ എന്തിനാണ് ഇവരോട് അകന്നു മാറാൻ പറഞ്ഞത്? 17-ാം വാക്യത്തിൽ അവരോട് അകന്നു മാറണമെന്ന് ആവശ്യപ്പെട്ടു. എന്തിനാ അകന്നു മാറണമെന്ന് പറഞ്ഞേ? അല്ല, അവരോട് കുറച്ച് സ്നേഹത്തിലൊക്കെ സംസാരിച്ച് അവരെ നേടിയെടുക്കാനാണോ തിരുവചനം പറഞ്ഞത്? അല്ല, അവരോട് അകലാൻ പറഞ്ഞു. എന്താ കാരണം? അതിൻ്റെ കാരണം പറയുന്നുണ്ട്. താഴോട്ട് വായിക്കാം സഹോദരന്മാരെ. എന്താ കാരണം? അവരോട് അകന്നു മാറാൻ പറഞ്ഞതിനൊരു കാരണമുണ്ട്. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറിനെ അത്രേ സേവി ചക്കരവാക്ക് മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയും. അവരോട് അകന്നു മാറാൻ പറഞ്ഞതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ചക്കരവാക്ക് മുഖസ്തുതിയും പറഞ്ഞ് പാവപ്പെട്ട വിശ്വാസമുള്ള ഹൃദയം കവരും. ഒപ്പിടാനായിട്ട് സഭയെ കണ്ടിട്ടില്ലേ ഒപ്പിടിക്കുന്നത്? ആരായി ഒപ്പിടുന്നത്? പാവപ്പെട്ട ദൈവമക്കളാണ്. അറിയാവുന്ന വല്ല ഒപ്പിടുവോ? ഈ ഭിന്നതയുണ്ടാക്കുന്ന മനുഷ്യരെ, പാവപ്പെട്ട ദൈവമക്കളുടെ ഒപ്പ് ശേഖരിച്ച് സഭ രണ്ടാക്കാനും സഭയെ പ്രശ്നം ഉണ്ടാക്കാനും ശ്രമിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് എങ്ങനെ സാധിച്ചു ഇത് ഇത്രയും പേര് ഒപ്പിടാൻ? ചക്കരവാക്ക് മുഖസ്തുതിയും. അവരെ ഈ മനുഷ്യനെല്ലാം ഞാൻ പണ്ട് വായിച്ചിട്ടുള്ളൊരു ബുക്കാണ്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വായിച്ച കേട്ടോ, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഡെയിൽ കാർണിയുടെ ലോകപ്രസിദ്ധമായൊരു പുസ്തകം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ വായിച്ച എങ്ങനെ മനുഷ്യനെ സ്വാധീനിക്കാമെന്നുള്ളതിൻ്റെ ഒരു ബുക്കാണ്, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഡെയിൽ കാർണി അതിനകത്ത് എഴുതിയിരിക്കുന്നതാണ്, ഏത് മനുഷ്യനും സ്വയം എന്ന് പറയുന്ന ഒന്നുണ്ട്. അപ്പോൾ സെയിൽസ് നടത്തുമ്പോഴും അവിടെ അവനെ വീഴ്ത്തണമെന്നുണ്ടെങ്കിൽ ഈ ചക്രവാക്ക് മതി, ചക്രവാക്ക് മതി, അവനെ വീഴ്ത്തിയെടുക്കാം. ഇത് തന്നെയാണ് സഭയിൽ ചെയ്യുന്നത്. പാവപ്പെട്ട ദൈവമക്കളുണ്ട്. എല്ലാവരും സൂക്ഷ്മബുദ്ധിയുള്ളവരല്ല, എല്ലാവരും കാര്യങ്ങളൊന്നും വേണ്ടവണ്ണം ഗ്രഹിക്കത്തില്ല. അവരെ ചെന്ന് ഈ ചക്രവാക്ക് മുഖസ്തുതിയും പറഞ്ഞ് വീഴ്ത്തും. അങ്ങനെ അതുകൊണ്ടാണ് തിരുവചനത്തിൽ പറഞ്ഞത് അവരോട് അകന്ന് മാറിക്കോളാൻ. അടുത്ത സമയത്ത് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, പുതുതായിട്ട് രക്ഷിക്കപ്പെട്ടെന്നൊരു സഹോദരനാണ്, പേര് സ്ഥലസഭയൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നോട് തന്നെ പറഞ്ഞതാ. ഒരു മൂപ്പൻ തന്നെയാണ്. അദ്ദേഹം വിളിച്ചേച്ച്, അറിഞ്ഞോ ഇവിടുത്തെ പ്രശ്നം അറിഞ്ഞോ? എനിക്ക് നിങ്ങളുടെ ഒരു പ്രശ്നം അറിയണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രദർ ഐ അപ്രീഷിയേറ്റ് യു. ആ സഹോദരൻ എന്നിട്ട് പറയാ, വേദോത്സവത്തിലെ കാര്യമെല്ലാം പറയാനുണ്ടെ പറഞ്ഞു, വേറെ ഒന്നും എനിക്കറിയണ്ടെന്ന് പറഞ്ഞു. ഒരു പുതുതായിട്ട് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു സഹോദരൻ ഒരു പ്രായം ചെന്ന മൂപ്പനോട് പറഞ്ഞ വാക്കാണ് ഏതാനും ദിവസം മുമ്പ്. അറിഞ്ഞോ ഇവിടുത്തെ പ്രശ്നം അറിഞ്ഞോ? എന്തിനായി മൂപ്പൻ്റെ പണി? പാവപ്പെട്ട പുതിയതായിട്ട് വന്ന ദൈവമക്കളെ കവർന്നെടുത്ത് പ്രശ്നങ്ങളിലാക്കാൻ. അയാൾ വിവേകമുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം തിരിച്ച് മറുപടി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഒന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞു. സഭകളിൽ പ്രശ്നത ഉണ്ടാക്കുന്നവർ ഇവരെ വാച്ച് ഔട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഓർപ്പിച്ച പോലെ ഓരോ സ്ഥലസഭകൾ 1-2 പേരെ കാണത്തുള്ളൂ ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നത്. നിങ്ങൾ മാർക്കൗട്ട് ചെയ്ത് അവർ ഇന്നൊരു പ്രശ്നം നാളെ ഒരു പ്രശ്നം ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. അവർ പ്രശ്നക്കാരാ. അവരെ മാർക്കൗട്ട് ചെയ്യാമെങ്കിൽ സഭ രക്ഷപ്പെടും. മാത്രമല്ല മറ്റ് ദൈവമക്കൾക്കൊരു കടമയുണ്ട്, അവരോട് അകന്നു മാറാനായിട്ട് ആവശ്യപ്പെട്ടു. അവർക്ക് അപ്പം ബോധ്യമാകും. അവരോട് അകന്നു മാറാനായിട്ട് പറഞ്ഞു. നോക്കുക അവരെങ്ങനായി ഇവരെ കവരുന്നത്. സാധുക്കളുടെ ഹൃദയം ചക്കരവാക്ക് മുഖസ്തുതിയും പറഞ്ഞ് വഞ്ചിച്ച് കളയും. അവരെ ഡിസീവ് ചെയ്യും. എൻ്റെ സഹോദരന്മാരെ, പൗലോസൊക്കെ പറഞ്ഞ വാക്കുകൾ 2 ഞാൻ എടുത്തോട്ടെ. 1 തെസ്സലോനിയർ 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നോക്കിയാട്ടെ. 1 തെസ്സലോനിയർ 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല, ദൈവം സാക്ഷി. മുഖസ്തുതി പറഞ്ഞിട്ടില്ല. വേറെ ഒരു വാക്യം യൂദായുടെ ലേഖനം ഒന്ന് എടുത്താട്ടെ. യൂദായുടെ ലേഖനം 16-ാമത്തെ വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? അതിൻ്റെ അവസാനം, അവരുടെ വായ് വമ്പ് പറയുന്നു, കാര്യസാധ്യത്തിനായവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. കാര്യസാധ്യത്തിനായി മുഖസ്തുതി പ്രയോഗിക്കുന്നു. എൻ്റെ സഹോദരന്മാരെ, കർത്താവായ യേശുക്രിസ്തുവിനെ വരച്ച് കാണിക്കുന്ന ഭോജനയാഗം, മീൽ ഓഫറിംഗ്, ലേവ്യ പുസ്തകം 2-ാം അധ്യായം, ഭോജനയാഗം ക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതത്തെ വരച്ച് കാണിക്കുന്ന. അതിനകത്ത് ദൈവം നിർബന്ധമായി പറഞ്ഞു, 2-ാം അധ്യായത്തിൻ്റെ ലേവ്യ 2:11 യാതൊരു വക തേനും ഉപയോഗിക്കരുത്. എന്തിനാ ദൈവം നിർബന്ധം പിടിച്ചത്? തേൻ നല്ലതല്ലേ? അത് ഇച്ചിരി കൂട്ടിയാൽ എന്നാ ഈ യാഗത്തിനകത്ത്? ക്രിസ്തുവിനെ വരച്ച് കാണിക്കുന്ന യാഗത്തിൽ തേൻ ഉപയോഗിക്കരുതെന്ന് ദൈവം നിർബന്ധം പിടിക്കാൻ കാരണം എന്നാ?
ഈ ചക്രവാക്ക മുഖസ്തുതിയൊന്നും കർത്താവിൻ്റെ വായിലില്ല. പൗലോസ് ഉപയോഗിച്ചില്ല. കാര്യസാധ്യത്തിനായ മുഖസ്തുതി പറഞ്ഞില്ല. ഇവിടെ നമ്മൾ വായിച്ചതുപോലെ സാധുക്കളായ ദൈവമക്കളുടെ ഹൃദയത്തെ വഞ്ചിക്കുകയാണ് ചക്രവാക്ക മുഖസ്തുതിയും പറഞ്ഞ്. അതിന് മരുന്നില്ല. അതിനുള്ള മരുന്ന് ഇതേ ഉള്ളൂ. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന മരുന്ന് അവരെ മാർക്ക് ചെയ്തിട്ട് അവരെ അവോയ്ഡ് ചെയ്യണം. അതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. അതാണ് സ്ഥലസഭയിൽ ഭിന്നത വരാതിരിക്കാൻ ഉള്ള ഏക മാർഗം. നമ്മൾ ഓർക്കണം, ആരുടെ ഹൃദയമാണ് കവരുന്നത്? സാധുക്കളുടെ ഹൃദയം. ഇംഗ്ലീഷ് വായിച്ചാൽ സിമ്പിൾ വൺസ് എന്ന, ഇന്നസെന്റ് വൺസ്. ദൈവസഭയിൽ അങ്ങനെയുള്ളവരുണ്ട്. അവർക്ക് ഈ വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ബ്രദറെ, ഞാൻ ഒപ്പിട്ടു പോയി. അപ്പം വേറെ ഓരോന്നൊക്കെ ഇവരോട് പറഞ്ഞ് ഇവരെ അങ്ങ് അപ്പം വികാരം കയറി ഇവരം ഒപ്പിടും. ചിലരെടുക്കെ ചെന്നാൽ പറയും നടക്കുകയെന്ന് പറയും. അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം കുറേ ഒപ്പിടിയിലൊക്കെ കണ്ട് ഞാൻ ഈയിടെ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഒപ്പിട്ടിരിക്കുന്ന മിക്കവാറും ഈ പറയുന്ന സിമ്പിൾ ആളുകളാണ്. അവരെ കവരുകയാണ് അവരുടെ ഹൃദയത്തെ. സിമ്പിളായിട്ടുള്ളവരെ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ളവർ അവർ സേവിക്കുന്ന ആരെയാ? 2 വാക്യം. 1 തിമോത്തിയോസ് 1 തിമോത്തി 6 അധ്യായം. 1 തിമോത്തിയോസ് 6 അധ്യായം. അവിടെ ആരെയാ സേവിക്കുന്നതെന്ന് നോക്കിയാട്ടെ. അങ്ങനെയുള്ളവർ 18 വാക്യത്തിൽ നമ്മൾ വായിച്ചു. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറിനെയാണ് സേവിക്കുന്നത്. 1 തിമോത്തിയോസ് 6 അധ്യായത്തിൻ്റെ 3 തൊട്ടുള്ള വാക്യം. നമ്മുടെ കർത്താവ് യേശുവിൻ്റെ പഥ്യവചനം ഭക്തിക്കൊത്ത ഉപദേശം അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവർ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ഷണ്ഠ, ദൂഷണം, ദുസംശയം, ദുർബുദ്ധി, സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവയുള്ളതാണ്. അവർ ദൈവഭക്തി ആദായസൂത്രം അലംഭാവത്തോടുകൂടി ദൈവഭക്തി വലുതായ ആദായം ആകുന്നതാനും. ഫിലിപ്പ് ലേഖനം 3:18 അത് വായിക്കുന്നുണ്ട്. ഇവിടെ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ ആ ഭാഗം ഇടട്ടെ. ദ ഇഷ്യൂ ഈസ് നോട്ട് മേക്കിംഗ് ഓർ കീപ്പിംഗ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സിനെ കീപ്പ് ചെയ്യുകയോ അങ്ങനെയൊന്നും നടക്കില്ല. അല്ലെങ്കിൽ ഈ ദൈവജനം ഇങ്ങനെ പറയില്ല. കർത്താവിനെ പ്രസാദിപ്പിക്കുവാനായിട്ട് ശ്രമിക്കണമെങ്കിൽ ഇതേ ഉള്ളൂ മാർഗം എന്നുള്ളത് ഞാൻ പറയട്ടെ. 19 വാക്യം നമുക്ക് നോക്കാം. 19 വാക്യം 16-19. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായി. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരുമായിരിക്കണം. പൗലോസ് പറയുകയാണ്, ഡിസ്പൈറ്റ് ദ വാണിംഗ്. പൗലോസ് ഉറപ്പ് പറയുകയാണ്, കോൺഫിഡൻസ് പറയുകയാണ്, നിങ്ങൾ ഈ കാര്യം കൈകാര്യം ചെയ്യും. നിങ്ങളുടെ അനുസരണം എനിക്കറിയാം. നിങ്ങൾ അനുസരണത്തിൽ പ്രസിദ്ധരാണെന്ന് പറയുകയാണ്. തിന്മയ്ക്ക് നമ്മളിവിടെ വായിക്കുന്നു, അതിൻ്റെ തിന്മയ്ക്ക് അജ്ഞരും, നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരും. തിന്മ ഈ ദുഷ്ടതയേറിയ പ്രവൃത്തിക്ക് പറഞ്ഞിരിക്കുന്നതാണ്. എന്നിട്ട് പൗലോസ് എടുത്തു പറഞ്ഞു, സമാധാനത്തിൻ്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചുകൾ. ഇന്നലെ പൗലോസ് ഇവിടെ സാത്താനെ എടുത്ത് പറഞ്ഞത് ഈ പ്രശ്നത്തിൻ്റെ എല്ലാം പുറകിൽ അവനാണ്. കർത്താവിൻ്റെ സഭയെ പണിയുമ്പോൾ ആ സഭയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന, ഐക്യത നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന പൈശാചികൻ്റെ തന്ത്രം അവനെ കർത്താവ് തകർത്തുകളയും, നിന്റെ കാൽ കീഴിൽ തകർക്കുമെന്നുള്ളത് പറയുകയാണ്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഈ 20 വാക്യം കൊണ്ട് ഈ റോമാലേഖനം തീരുകയാണ്. പൗലോസ് വാസ്തവത്തിൽ അവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. പൗലോസ് മറ്റ് ലേഖനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കും, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. പിന്നെന്തിനാ ബാക്കി 21 തൊട്ട് 26 വരെയുള്ള വാക്യം പൗലോസ് പറഞ്ഞത്? 20 വാക്യത്തിൽ അത് തീരുന്നു. പൗലോസ് മറ്റ് ലേഖനങ്ങൾ എഴുതി അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇവിടെ വീണ്ടും 21 തൊട്ട് 26 വരെയുള്ള വാക്യത്തിൽ പൗലോസ് എന്തുകൊണ്ടാണ് വീണ്ടും അത് നീട്ടിയത്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, സാധാരണ പൗലോസിൻ്റെ കൂടെ കുറച്ച് കൂട്ടുവേലക്കാരെപ്പോഴും ഉണ്ട്. പൗലോസ് ഇപ്പോൾ റോമിലുള്ള വിശുദ്ധന്മാരെ പേരെടുത്ത് പറഞ്ഞ് അവർക്ക് അഭിസംബോധന കൊടുത്ത് ഗ്രീറ്റിങ്സ് കൊടുത്ത് എഴുതുകയാണ്. ആ സ്ഥലസഭ എങ്ങനെ സൂക്ഷിക്കണം, അവിടെ ഭിന്നത വരാതെ അവർ എങ്ങനെയായിരിക്കണം എന്നുള്ളത് പൗലോസ് രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ പൗലോസ് രേഖപ്പെടുത്തിയ ശേഷം പൗലോസിൻ്റെ കൂടെയുണ്ട് കുറേ പേര്. അവരെ പൗലോസ് ഓർക്കുകയാണ്. കോവർക്കേഴ്സ്,
ആൻഡ് ഫ്രണ്ട്സ് അറൗണ്ട് ഹിം. തൻ്റെ കൂടെയുള്ളവർ, തനിക്ക് വേണ്ടി ലേഖനം എഴുതിയവർ, തന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ട്. അവരെ ഓർത്ത് അവരെക്കുറിച്ച് പൗലോസ് രേഖപ്പെടുത്തുകയാണ്. 21 വാക്യം നോക്കിയാട്ടെ. ഏതാണ്ട് 9 പേരുടെ പേരുകൾ വീണ്ടും ഇവിടെ പൗലോസ് എടുത്തെഴുതിയ 21 വാക്യം നോക്കിയാട്ടെ. എൻ്റെ കൂട്ടുവേലക്കാരനായ തിമത്തിയോസും പൗലോസ് ആദ്യം എടുത്തു പറയുന്നത് തിമത്തിയോസ് തന്നെയാണ്. തിമത്തിയോസ് പൗലോസിൻ്റെ കൂടെയുണ്ട്. ഫസ്റ്റ് നെയിം. എനിക്ക് സമചിത്തനായവനെന്ന് ഫിലിപ്പി 2:19 തൊട്ടുള്ള വാക്യത്തിലുണ്ട്. ലൈക്ക് മൈൻഡഡ് മാൻ. പൗലോസ് എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ ചിന്തിക്കുവാൻ കഴിയുന്ന പൗലോസിൻ്റെ വിശ്വാസത്തിൻ്റെ പുത്രനാണ്, നിജപുത്രനാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പൗലോസ് വിശ്വാസത്തിൽ ജന്മം കൊടുത്ത ഒരു പൈതലാണ് ഈ തിമത്തിയോസ്. പൗലോസിനോടുകൂടെ മാസിഡോണിയയിലും ആഖായയിലും ശുശ്രൂഷിക്കുന്നതായിട്ട് അപ്പോസ്തലപ്രവൃത്തി 17-18 അധ്യായത്തിലുണ്ട്. കൊരിന്ത്യയിലെ പ്രോബ്ലം ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് 1 കൊരിന്ത്യർ 4 അധ്യായത്തിൽ തിമത്തിയോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അടുത്തായിട്ട് പൗലോസ് എടുത്ത് പറയുന്നത് എൻ്റെ ചാർച്ചക്കാരായ ലൂക്യോസും യാസോനും. വീണ്ടും ഓർക്കണം, ചാർച്ചക്കാരെന്ന് പറയുന്നത് നേരത്തെ ചിന്തിച്ച പോലെ തൻ്റെ ശാരീരിക ബന്ധമുള്ളവരല്ല. ലൂക്യാസ്, അന്ത്യോക്യ സഭയിലെ കുറേനക്കാരനായ ലൂക്യോസ് എന്ന് അപ്പോസ്തലപ്രവൃത്തി 13:1 പൗലോസിനൂടെ കൊരിന്ത്യയിൽ കാണപ്പെടുന്നു. അപ്പോസ്തലപ്രവൃത്തി 20:5 യാസോൻ തന്നോട് കൂടെ ഇപ്പോഴുണ്ട്. ആരാണ് ഈ യാസോൻ? അപ്പോസ്തലപ്രവൃത്തി 17 അധ്യായത്തിൻ്റെ 5 തൊട്ടുള്ള വാക്യത്തിലുണ്ട്. കുറേനക്കാരന് ലൂക്യോസ് ആയിരിക്കാം, ഈ ലൂക്യോസ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ആകാം അദ്ദേഹം പൗലോസിനോടുകൂടെ ഉണ്ടായിരുന്നു കൊരിന്ത്യയിലെന്ന് അപ്പോസ്തലപ്രവൃത്തി 20:5 നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ വായിക്കുന്ന വേറെ ഒരു പേരാണ് സോസിപത്രോസ്. അദ്ദേഹവും അപ്പോസ്തലപ്രവൃത്തി 20:4 കാണപ്പെടുന്ന വ്യക്തി തന്നെയാണെന്ന് ചിന്തിക്കുന്നു. അവരെക്കുറിച്ച് അധികം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. 22 വാക്യത്തിൽ ഈ ലേഖനം എഴുതിയ തെർത്തോസ് എന്ന ഞാൻ നിങ്ങളെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. തെർത്തോസ് ഹീസ് എ സ്ക്രൈബ്. ഈ ലേഖനം എഴുതിയത് പൗലോസ് അല്ല, പൗലോസ് പറഞ്ഞുകൊടുത്ത് എഴുതിക്കുകയാണ്. അതെഴുതിയത് തെർത്തോസാണ്. പൗലോസിൻ്റെ ഹാബിറ്റായിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊടുത്ത് എഴുതിക്കുന്നത്. പൗലോസിൻ്റെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ തൻ്റെ കണ്ണിൻ്റെ പ്രോബ്ലമായിരിക്കാം. പക്ഷേ കൺക്ലൂഷനൊക്കെ താനായി എഴുതുന്നതെന്നും ചിന്തിക്കുന്നവരുണ്ട്. താനൊരു മടിയനായിട്ടല്ല, എന്നാൽ തൻ്റെ കൂടെ ഇങ്ങനെ എഴുതി കൊടുക്കുന്ന ആളുകളുണ്ടായിരുന്നു. 6 അധ്യായം ഗലാത്യർ 6:11 വായിക്കുമ്പോൾ പൗലോസ് കൈകൊണ്ട് എഴുതുമ്പോൾ വലിയ അക്ഷരമായി എഴുതുന്നു എന്നൊക്കെ രേഖപ്പെടുത്തി. ഒരുപക്ഷെ ഹാൻഡ് റൈറ്റിംഗ് മോശമായിരിക്കാം, ഒരുപക്ഷെ കണ്ണിൻ്റെ പ്രശ്നമായിരിക്കാം. ഏതായാലും താൻ പറഞ്ഞുകൊടുത്ത് എഴുതുകയായിരുന്നു. ഈ ലേഖനവും അങ്ങനെ എഴുതുകയായിരുന്നു. അതെഴുതിയ വ്യക്തിയാണ് തെർസോസ് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. ഇനി നോക്കിയേ, ഒരു മനോഹരമായ ഒരു വ്യക്തിയെ കാണുന്നു. അതിൻ്റെ 23 വാക്യം. എനിക്കും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ബി എ ഗായസ് ഒരു ഇംഗ്ലീഷ് ഫ്രേസ് തന്നെയാണ്. ബി എ ഗായസ്, ഒരു ഗായസ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ആതിഥ്യം കൊടുക്കുന്നവൻ, ഭക്ഷണം കൊടുക്കുന്നവൻ, ഹോസ്പിറ്റാലിറ്റിയിൽ പ്രസിദ്ധനായി തീർന്ന ഒരു വ്യക്തിയാണ് ഗായസ് എന്നറിയപ്പെടുന്നത്. ഗായസ് എനിക്കും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായസ്. അദ്ദേഹം കൊരിന്ത് സന്ദർശിച്ചപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് 1 കൊരിന്ത്യർ 1:14 വായിക്കുന്നുണ്ട്. വളരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് തൻ്റെ വീട് സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായസ്. നിങ്ങൾക്കറിയാം ഒരു ആതിഥ്യം കൊടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്. പക്ഷേ സകല സഭയ്ക്കും എന്നും ആതിഥ്യം കൊടുക്കുവാൻ മനസ്സുള്ളൊരു മനുഷ്യനായിരുന്നു ഗായസ്. ഇന്ന് ഇംഗ്ലീഷിൽ ഒരു ഫ്രേസ് തന്നെയുണ്ട്, ബീയിങ് എ ഗായസ്. ഒരു ഗായസായി തീരുക എന്ന് പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട്. പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തി 23 വാക്യത്തിൻ്റെ 2 ഭാഗം. പട്ടണത്തിൻ്റെ ഭണ്ഡാര വിജയനായ എരിസ്തോസും സഹോദരനായ കൊർത്തോസും നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. ആരാ ഇത്? എരിസ്തോസ് ആരാ? സിറ്റി ട്രഷറർ. അപ്പോൾ വലിയ ഒരു ആളാണ്. കൊരിന്ത്യ പട്ടണത്തിലെ സിറ്റി ട്രഷറർ. നമ്മൾ ചിലപ്പം പറയുന്ന ഫൈനാൻസ് മിനിസ്റ്റർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഉന്നത നിലവാരത്തിലുള്ള ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാണ്. അദ്ദേഹവും രക്ഷിക്കപ്പെട്ട് പൗലോസിൻ്റെ കൂടെയുണ്ട്. മാത്രമല്ല തൻ്റെ സഹോദരനായ കൊർത്തോസും നിങ്ങളെ വന്ദനം ചെയ്തു. അപ്പോൾ തൻ്റെ സഹോദരനും
പ്രോബബ്ലി ഈ സഹോദരന്മാരവിടെ വളരെ പ്രസിദ്ധരായ കാരണം അദ്ദേഹം സിറ്റി ട്രഷററാണ്. ഇതിൻ്റെ ശേഷം പൗലോസ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ലേഖനം അവസാനിപ്പിക്കുന്നു. അതിന് ഡോക്സോളജി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഡോക്സ എന്ന് പറഞ്ഞാൽ ഗ്ലോറി എന്നാണ്. ഗ്ലോറി, മഹത്വം, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട്. ബെനഡിക്ഷനാണ് നമ്മൾ 20-ാം വാക്യത്തിൽ വായിച്ചത്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, ആശംസ. എന്നാൽ 24-ാം വാക്യത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് മഹത്വം, അതിന് പറയുന്നത് ബെനഡിക്ഷൻ എന്നല്ല, ഡോക്സോളജി എന്നാണ്. അതിന് ഡോക്സോളജി എന്ന് പറഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുന്ന വാക്കുകളാണ്. പൂർവ്വകാലങ്ങളിൽ മറിഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും സത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായി മർമ്മത്തിൻ്റെ വെളിപ്പാടിന് അനുസരണമായിട്ടുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിന് തക്കവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിനും യേശുക്രിസ്തു മുഖാന്തരം എന്നേക്ക് മഹത്വമുണ്ടാകട്ടെ, ആമീൻ. ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ദൈവത്തിന് മഹത്വം. എന്തിനാ മഹത്വം കൊടുക്കുന്നത്? നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവം. God who can establish you. റോമലേഖനം പഠിക്കുന്നത് കൊണ്ടും റോമിലുള്ള വിശുദ്ധന്മാർ ഇത് വായിക്കുന്നത് കൊണ്ടും അവർക്കൊരു കാര്യമുണ്ടാകണം. എന്താണ്? അവർ സ്ഥിരപ്പെടണം, സെറ്റിലാകണം. എ സെറ്റിൽഡ്, എ സ്റ്റേബിൾ സ്പിരിച്വൽ കണ്ടീഷൻ. അചഞ്ചലമായ ഒരു ആത്മിക നിലവാരം. പ്രശ്നങ്ങളുണ്ടെന്ന് ഭിന്നതകൾ ഉണ്ടാക്കുന്നവരുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. അത് വരാതെ നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിത്തീരണം. നമുക്കറിയാം, പത്രോസ് കർത്താവിനെ തെള്ളിപ്പറഞ്ഞു പോയി. കർത്താവ് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടോ? ലൂക്കോസ് 22:32 ലൂക്കോസ് 22, നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കുക. ഇംഗ്ലീഷിൽ വായിച്ചാൽ when once thou hast turned again establish thy brethren. നീ ഒരിക്കൽ തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കാൻ പറയുന്നു. വിശ്വാസത്തിൽ ഉറയ്ക്കണം, അചഞ്ചലരായി തീരരുത്. യാക്കോബ് ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, വിശ്വാസത്തിൽ ഉറയ്ക്കാത്തവൻ കാറ്റടിച്ചുലയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും. എത്ര കാറ്റടിച്ചാലും അചഞ്ചലമായി നിൽക്കുന്ന ദൈവമക്കളുണ്ട്. അവരെന്താ കാരണം? ദേ ഹാവ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്. എന്ത് സംഭവിച്ചോട്ടെ, ചില സഭകളിലൊക്കെ കൂടിപ്പോകണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ശരിക്കും ഉറയ്ക്കാതെ, ഞാൻ ചിലപ്പം പറയാറുണ്ട്, ക്ഷമിക്കണം പറയുമ്പോൾ, ഇതിനകത്ത് നിൽക്കണേ ശരിക്കും വചനം പഠിച്ചാലേ ഒക്കത്തുള്ളൂ, അല്ലേ നിൽക്കാനൊക്കെയല്ല. യു ഹാവ് ടു എസ്റ്റാബ്ലിഷ്. നിങ്ങൾ വചനത്തിൽ ഉറയ്ക്കാതെ ഇതിൽ നിൽക്കാൻ നിവൃത്തിയില്ല. ഇല്ലെങ്കിൽ പോകും. ഇവിടെ നിന്ന് പോയിട്ടില്ല ചിലരൊക്കെ, അതൊക്കെ പോയതിൻ്റെ കാരണം ഈ വചനത്തിൽ ഉറയ്ക്കാത്ത. ഈ റോമലേഖനം എഴുതുമ്പോഴും പൗലോസ് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ സർവ്വജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അവൻ നിങ്ങളെ സ്ഥിരപ്പെടുത്തണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം. പത്രോസിനോട് പറഞ്ഞു, നീ തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കണം. 2 വാക്യം കൂടെ വായിക്കാം. 1 തെസ്സലോനിയർ 3:13 വായിച്ചാട്ടെ. നോക്കുക, പൗലോസിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ദൈവമക്കൾക്ക് എന്ത് സംഭവിക്കണം? ദൈവവചനം വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പ്രബോധിപ്പിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കണം? 1 തെസ്സലോനിയർ 3:13. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അന്യരായി വെളിപ്പെടുമെണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങളുടെ ഹൃദയത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യണം, സ്ഥിരപ്പെടുത്തണം. 2 തെസ്സലോനിയർ 2-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യം, 17 വാക്യമെങ്കിലും വായിക്കാം. പിതാവായ ദൈവവും നമ്മുടെ 16-17 നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമ്മെ സ്നേഹിച്ച് നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നമ്മുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. എസ്റ്റാബ്ലിഷ് ചെയ്യട്ടെ. അപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇനിയും നമുക്ക് വീണ്ടും ആ ഭാഗത്തിലേക്ക് നോക്കാം. ഇവിടെ ഈ ഭാഗം പൗലോസ് പറയുമ്പോൾ ഗ്രീക്കിൽ ആ വാക്ക് ഞാനൊന്ന് വായിക്കാം. ഗ്രീക്ക് ഭാഷയിൽ നൗ ഐ കമാൻഡ് യു ടു ഹിം ദാറ്റ് ഈസ് ഏബിൾ ടു എസ്റ്റാബ്ലിഷ് യു. ഗ്രീക്കിൽ അങ്ങനെയാണ്. നൗ ഐ കമാൻഡ് യു ടു ഹിം ദാറ്റ് ഈസ് ഏബിൾ ടു എസ്റ്റാബ്ലിഷ്. ഇപ്പോൾ നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന കർത്താവിലേക്ക് ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ടു ദ ഓൺലി വൈസ് ഗോഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് ടു ഹും ബി ദ ഗ്ലോറി ഇൻ ടു ദ ഏജസ്. ടു ദ ഓൺലി വൈസ് ഗോഡ്, ഏകജ്ഞാനിയായ ദൈവം,
യേശുക്രിസ്തു മുഖാന്തരം അവന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നമുക്ക് ആ വാക്യം വായിക്കാം. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടത്. പഴയ നിയമത്തിൻ്റെ ഏടുകളിൽ വെളിപ്പെട്ടിരുന്നില്ല, പക്ഷേ ഇപ്പോൾ വെളിപ്പെടുത്തി. പൗലോസ് പറഞ്ഞു, ജാതികൾ സുവിശേഷത്താൽ യഹൂദന്മാരോട് ഒന്നായിത്തീരുന്ന ആ മർമ്മം മറിഞ്ഞു കിടന്നതായിരുന്നു, അത് വെളിപ്പെട്ട് കിട്ടി. സത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം പൗലോസ് അതാ എടുത്തു പറഞ്ഞത്, സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി, യഹൂദന് മാത്രമല്ല സകല ജാതികൾക്കും. പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ അറിയിച്ചിരിക്കുന്നത് പോലെ മർമ്മത്തിൻ്റെ വെളിപ്പാടിനനുസരിച്ചുള്ള എൻ്റെ സുവിശേഷം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പഠിച്ചു. പഴയ നിയമ ഏടുകളിൽ നിന്ന് പൗലോസ് എടുത്ത് കോട്ട് ചെയ്യുകയാണ്, 1 by 1 ആയിട്ട് പൗലോസ് എടുത്ത് കോട്ട് ചെയ്യുകയാണ്. പഴയ നിയമ ഏടുകളിൽ പറഞ്ഞിട്ടുണ്ട്, ജാതികൾ യഹൂദനോട് കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ജാതികൾ വിശ്വാസത്തിലേക്ക് വരണം. ഇത് പൂർവ്വകാലങ്ങളിൽ മറിഞ്ഞു കിടന്നു, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ വെളിപ്പെടുത്തിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു, അത് വെളിപ്പെടുത്തി, അത് വെളിപ്പെട്ട് തന്നു. ആ ദൈവത്തിന് മഹത്വം, യേശുക്രിസ്തു മുഖാന്തരം അവന് മഹത്വം. നമ്മൾ ഓർക്കണം, ഈ സുവിശേഷം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷമാണ്. ഈ സുവിശേഷത്തിൻ്റെ ഓതർ ദൈവമാണ്. അവന് ജാതികളും വിശ്വാസത്തിലേക്ക് വരണമെന്നുള്ളത് അവൻ്റെ ആഗ്രഹമായിരുന്നു. നമുക്ക് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട്. ക്രിസ്തുയേശുവിലൂടെ പിതാവായ ദൈവം നമ്മെ നിരപ്പിച്ചു, നമ്മളെ നീതീകരിച്ചു. അവൻ്റെ ധനത്തിൻ്റെ ജ്ഞാനം, വലിപ്പം നമ്മളെ തന്നെ കർത്താവിന് കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. 24-ാം വാക്യത്തിൽ വായിക്കുന്നു, നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം. നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം ഏകജ്ഞാനിയായ ദൈവം. എൻ്റെ സഹോദരന്മാരെ, ഈ നന്മയുടെ എല്ലാം ഉറവിടമെന്ന് പറഞ്ഞാൽ നിത്യദൈവം. ഞാനിങ്ങനെ പറയട്ടെ, ഒന്നുമില്ലാതിരുന്നപ്പോൾ, ഒന്നുമില്ല, ഒന്നും സൃഷ്ടിച്ചിട്ടേൽ ഒന്നുമില്ല, അന്നുള്ളത് എന്താണെന്നറിയാമോ? നിത്യദൈവം. നിത്യദൈവമേ ഉള്ളൂ. നിത്യനായ ദൈവം, നിത്യനായ പുത്രൻ, നിത്യനായ പരിശുദ്ധാത്മാവ്. ഒന്നുമില്ലാതിരുന്നപ്പോൾ നിത്യദൈവം. ആ നിത്യദൈവത്തോടുകൂടെ മറ്റൊരു കാര്യമുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ നിത്യ ഉദ്ദേശങ്ങൾ, എറ്റേണൽ പർപ്പസസ്. ആ പർപ്പസിൽ എൻ്റെയും നിങ്ങളെയും ഉൾപ്പെടുത്തി. ഞാനും നിങ്ങളും ക്രിസ്തുവേശു മൂലം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് യഹൂദനോട് ഒന്നായി തീരണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു. ആ ദൈവത്തിൻ്റെ നിയോഗമാണിതൊക്കെ. നമ്മൾ ഓർത്തതുപോലെ ഏകജ്ഞാനിയായ ദൈവത്തിൻ്റെ, ഹീസ് ദ സോഴ്സ്. ഈ നന്മയുടെ എല്ലാം അതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ മുഖാന്തരം എന്ന് പറഞ്ഞാൽ കർത്താവാണ്, ദൈവമാണ്. പൗലോസ് പറയുകയാണ്, യേശുക്രിസ്തു മുഖാന്തരം ഈ ദൈവത്തിന് എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ നന്മയുടെയും ആധാരം ഈ പിതാവായ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞാനൊരു വാക്യം ഓർപ്പിച്ചോട്ടെ. 1 കൊരിന്ത്യർ 1-ാം അധ്യായം എടുത്താട്ടെ. പലപ്പോഴും ആരാധനയിൽ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു. ഓഫ് ഗോഡ് ആർ യു ഇൻ ക്രൈസ്റ്റ്. അങ്ങനെ ഇംഗ്ലീഷിൽ, ഓഫ് ഗോഡ് ആർ യു ഇൻ ക്രൈസ്റ്റ്, യു ആർ ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുന്നത് ദൈവം മൂലമാണ്. യു ആർ ഇൻ ക്രൈസ്റ്റ് ബിക്കോസ് ഓഫ് ഗോഡ്. ഏകജ്ഞാനിയായ ദൈവം, അവൻ്റെ നിത്യ ഉദ്ദേശങ്ങൾ, നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം പൂർവ്വകാലങ്ങളിൽ മറിഞ്ഞ്, 24-ാം വാക്യം, നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം പൂർവ്വകാലങ്ങളിൽ മറിഞ്ഞു കിടന്നു, ഇപ്പോൾ വെളിപ്പെട്ടു. ആ പുത്രൻ മുഖാന്തരം പിതാവിന് സകല മഹത്വം കരയറ്റുകയാണ്. നമ്മളെല്ലാ മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. ഈ റോമാലേഖനം ക്രിസ്ത്യ ഉപദേശത്തിൻ്റെ വളരെ ആഴമേറിയ അടിത്തറകൾ പാകിത്തരുന്ന, നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് തിയോളജി, അടിത്തറയിട്ട് ഒരു 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 വസ്തുതകൾ തിരിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കതിലൂടെ ഒന്ന് കണ്ണോടിച്ച് പഠിച്ചു പോകുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. പൗലോസ് പറഞ്ഞ പോലെ യേശുക്രിസ്തു മുഖാന്തരം സകല മഹത്വവും ദൈവത്തിൻ്റെ പാദത്തിൽ അർപ്പിക്കുന്നു. അവന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ ഓർത്തതുപോലെ അങ്ങ് എല്ലാ മഹത്വത്തിനും യോഗ്യൻ. അങ്ങയുടെ നിത്യ ഉദ്ദേശങ്ങൾ, അങ്ങയുടെ നിത്യ നിയോഗം പൗലോസ് ഓർപ്പിച്ച പോലെ പൂർവ്വകാലങ്ങളിൽ മറഞ്ഞു കിടന്ന സത്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. ഞങ്ങളെ
യേശു ക്രിസ്തുവിലൂടെ വീണ്ടെടുത്ത് നിൻ്റെ ജനമായ യഹൂദനോട് ചേർത്ത് ഞങ്ങളെ ഉന്നതമായൊരു നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ നിനക്ക് കനിവ് തോന്നി. ഞങ്ങൾ വായിക്കുകയായിരുന്നു, പിതാവേ, നീ മൂലമാണ് ഞങ്ങൾ ക്രിസ്തുവിലായിത്തീർന്നത്. ഓഫ് ഗോഡ് ആർ ഇൻ ക്രൈസ്റ്റ്. നിൻ്റെ നിത്യ ഉദ്ദേശത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി. ഞങ്ങളുടെ ചുറ്റുപാടും എത്രയോ പേരുണ്ട്. ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്ന പോലെ ഞങ്ങളെക്കാട്ടിൽ ശ്രേഷ്ഠർ, ഞങ്ങളെക്കാട്ടിൽ മാന്യർ, കുല മഹത്വമുള്ളവർ. എന്നാൽ സാധുക്കളായി ഞങ്ങളെ, ഒന്നുമില്ലാത്ത ഞങ്ങളെ കരുണയുള്ള ദൈവം തിരഞ്ഞെടുത്തതോർത്ത് സ്തോത്രം. നന്ദിയല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഞങ്ങളെല്ലാ മഹത്വം അവിടുത്തേക്ക് തരുന്നു. അവിടുത്തെ സുവിശേഷത്തിൻ്റെ മഹത്വം ഞങ്ങൾ റോമാലേഖനത്തിലൂടെ കാണുകയായിരുന്നു. കർത്താവേ, ആ 16-ാം അധ്യായത്തിൽ നിൻ്റെ ദാസനായ പൗലോസിൻ്റെ മനസ്സ് ഞങ്ങൾ കണ്ടു. വ്യക്തിബന്ധങ്ങൾ വെച്ച് പുലർത്തിയ മനുഷ്യൻ. കർത്താവേ, ക്രിസ്ത്യ ജീവിതം അതാണല്ലോ, പരസ്പരമുള്ള ബന്ധം, സ്നേഹബന്ധം. അങ്ങയുടെ സഭയെ പണിയുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഭിന്നതകൾ വിതയ്ക്കുന്നവർ, ചക്കരവാക്കം മുഖസ്തുതിയും പറയുന്നവരെ, തിരുവചനത്തിൽ വായിക്കുന്നവരെ മാർക്ക് ചെയ്ത് അവരെ അവോയ്ഡ് ചെയ്യാൻ പറയുന്നു. അവർ ഹൃദയങ്ങളെ കവരും. അങ്ങനെയുള്ളവരെ മാർക്ക് ചെയ്ത് അവോയ്ഡ് ചെയ്യുവാൻ കർത്താവ് പറയുമ്പോൾ ഞങ്ങളെ അതിനായി സഹായിക്കണം. അങ്ങയുടെ സഭയെ പണിയുമ്പോൾ ഞങ്ങളതിനെതിരായി ഒരിക്കലും ഒരു വാക്ക് പറയുകയോ ഇടപെടുകയോ ചെയ്യാതിരിപ്പാൻ ഞങ്ങളെ അനുവദിക്കണം. ഞങ്ങൾ അനുസരിച്ചാൽ നന്മയാണ്, അനുസരിക്കത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ദോഷമാണ്. കർത്താവെ, ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഈ വേദവാക്യങ്ങൾക്കായി, നിൻ്റെ വിലയേറിയ വചനത്തിനായി നന്ദി പറയുന്നു. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ സൗഹൃദങ്ങൾക്കായി സ്തോത്രം. നീ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ക്ഷേമത്തോടെ ഞങ്ങളുടെ ഭവനത്തിലെത്തിക്കണമേ. നിനക്ക് മഹത്വം ഉണ്ടാകണം. ഞങ്ങളിനി കാണുവോളം നിൻ്റെ വിരിക്കപ്പെട്ട ചെറുകിടയിൽ സൂക്ഷിക്കണം. ഞങ്ങൾ ഓർത്തതുപോലെ സ്നേഹചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യത്തക്കവണ്ണം ഞങ്ങളുടെ ക്രിസ്ത്യ സ്നേഹത്തിൻ്റെ ചൂട് ഞങ്ങളുടെ ഹൃദയത്തിൽ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും തണുത്തുപോയി. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുക്കും. വികാരമില്ലാതെ ഞങ്ങൾ തണുത്തുപോയി. കർത്താവേ, ഞങ്ങളെ കുറച്ചുകൂടെ ആ സ്നേഹത്തിൽ അലിയിച്ച് അന്യോന്യം ഞങ്ങൾക്ക് ചുംബനം കൊടുക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഞങ്ങളുടെ സൗഹൃദങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരോട് കൈകോർത്ത് നിൽപ്പാൻ, ഞങ്ങളുടെ കർത്താവിനോടുള്ള സ്നേഹം അങ്ങനെ തെളിയിക്കാൻ ഞങ്ങൾ ഓർക്കുകയായിരുന്നു. നിനക്ക് വേണ്ടി അധ്വാനിച്ച വ്യക്തികൾ, നിനക്ക് വേണ്ടി വളരെ അധ്വാനിച്ചവർ, കൃപയോടുകൂടെ നിനക്ക് വേണ്ടി അധ്വാനിച്ചവർ, അവരൊക്കെ തളരുന്നത് വരെ അധ്വാനിക്കുന്നതിൻ്റെ കാരണം നിന്നോടുള്ള സ്നേഹമായിരുന്നു എന്ന് ഞങ്ങൾ ഓർത്തു. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞാൽ പോരാ, ആ സ്നേഹം പ്രവൃത്തിയിലൂടെ കാണിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ അതിനായി ഒരുക്കണം. അങ്ങ് മഹത്വം എടുക്കണം. ഞങ്ങളോട് കരുണ തോന്നണമേ. ദോഷങ്ങൾ നീ ഞങ്ങളെ വിടുവിക്കണമേ. കർത്താവിൻ്റെ ആ കരങ്ങൾ കൊണ്ട് ഞങ്ങളെ മുറുകെ പിടിക്കണം. ഞങ്ങളിനി കാണുവോളം നിൻ്റെ വിരിക്കപ്പെട്ട ചെറുകിടയിൽ സൂക്ഷിക്കണം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു.